ദൈവത്തിന്റെ അതിപാവനമായ നാമം ഇന്ന് രാത്രിയിലും ദൈവജനത്തിന് മധ്യേ ഉയരുമാറാകട്ടെ. അവിടുന്ന് മാത്രം ഉയർന്നിരിക്കുമാറാകട്ടെ. അവിടുത്തെ തിരുനാമത്തിന് എല്ലാ ഹൃദയങ്ങളിലും ധാരാളമായി മഹിമയും സ്തുതിയും പെരുമാറാകട്ടെ. ഇന്ന് രാത്രിയും നാം ദാനിയേൽ പ്രവചനത്തിലൂടെ കടന്നു പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ചില ദിവസങ്ങൾ കൊണ്ട് മാത്രം തീരും എന്ന നിലയിൽ ഈ വേദപുസ്തകഭാഗം തയ്യാറാക്കുകയും ദൈവജനത്തിന്റെ അനുഗ്രഹത്തിനായി യോഗം ദീർഘിപ്പിക്കാതെ തന്നെ ഒരുപക്ഷെ ഇന്നത്തെ ദിവസം കൊണ്ട് തന്നെ ഏകദേശം ഈ വേദപുസ്തകഭാഗം പറഞ്ഞിരിക്കണമെന്ന് ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുക. ദാനിയേലിന്റെ പുസ്തകമാണ് നാം പ്രസംഗിക്കുന്ന എല്ലാവർക്കും അറിയാം. ദാനിയേലിനെ പറ്റി നിങ്ങൾക്ക് ഏവർക്കും അറിയാം. വേദപുസ്തകം വായിച്ചിട്ടുള്ളവർക്ക് മറക്കുവാനാകാത്ത ഒരു ക്യാരക്ടറാണ് ദാനിയേൽ. ഏതാണ്ട് 2500 വർഷങ്ങൾക്ക് ഇന്നേക്ക് മുമ്പ് ഈ ലോകത്ത് ഇന്നത്തേതിന് സമാനമെന്ന് പറയാവുന്നതായിട്ടുള്ള കടുത്ത പരിശോധനകളുടെ കാലത്ത് ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിച്ച ഒരു മഹാദൈവപുരുഷനാണ് ദാനിയേൽ. തന്റെ ബാല്യത്തിൽ താനടങ്ങുന്ന യഹൂദ രാഷ്ട്രം മുഴുവനായും രാജാവ് കൊല്ലപ്പെട്ട് രാജ്യം കവർ ചെയ്യപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് വിദൂരതയിൽ വിദേശ രാജ്യത്തേക്ക് കൊടിയ ഏകാധിപതിയുടെ കടുത്ത ആധിപത്യത്തിലേക്ക് പിടിച്ചുകൊണ്ടു പോകപ്പെടുകയും യാതൊരു സ്വാതന്ത്ര്യവും തങ്ങളുടേതായിട്ടുള്ള യാതൊരു നിലയിലുള്ള ആരാധനാ സ്വാതന്ത്ര്യവും ജീവിത സ്വാതന്ത്ര്യവുമില്ലാത്ത ഒരു രാജ്യത്ത് തന്നെ സൃഷ്ടിച്ച് തനിക്ക് വേണ്ടി മഹത്തായ ലക്ഷ്യം സ്വരൂപിച്ച് അത് നിവർത്തിക്കുവാൻ തക്കവണ്ണം തന്നോട് അറിയിച്ച് തന്നെ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ നിയമങ്ങൾ നിശ്ചിത പ്രമാണങ്ങളിൽ വരയ്ക്കോ വള്ളിക്കോ വ്യത്യാസം വരുത്താതെ ദൈവത്തിന്റെ പ്രിയൻ എന്നുള്ള മനോഹരമായ ഒരു സഞ്ചാരത്തിൽ ഒരു പേര് പ്രാപിച്ചെടുത്ത് ദൈവത്താൽ അവസാന നിദ്ര എന്ന നിലയിൽ മരണത്തിനായിട്ട് അയക്കപ്പെട്ട് പ്രിയപുരുഷനായ ദാനിയേലേ, നീ ഇപ്പോൾ പോയി ഉറങ്ങിക്കൊള്ളുക. കാലത്തിന്റെ അവസാനം മഹാപ്രതിഫലത്തിനായിട്ട് നീ എഴുന്നേറ്റ് വരും. നീ മാത്രമല്ല, നിന്നെ പോലെ നീതിയോടെ ദൈവമായി ജീവിക്കുന്ന ഏവനും ആകാശവിധാനത്തിന്റെ പ്രഭ പോലെ വിളങ്ങും. നക്ഷത്രങ്ങളെ പോലെ എന്നും ശോഭിക്കുന്നതായ ഒരു നിത്യതയുടെ ദൈവിക കാര്യപരിപാടിയിലേക്ക് നീ മരണത്തിൽ നിന്ന് ജീവിച്ച് ഉയർത്തെഴുന്നേറ്റ് വരും എന്ന് 2500 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം പ്രവചനത്തിലൂടെ തന്നോട് അറിയിച്ചിട്ടുള്ളതാണ്. ദാനിയേല് മരിച്ച് അടക്കപ്പെട്ടു. ദാനിയേല് തുടർന്ന് പ്രസംഗിക്കപ്പെടുന്നു. എല്ലാ പുസ്തകങ്ങളിലും ദാനിയേലിന് ശേഷവും സമകാലീനവുമായിട്ട് എഴുതിയ പുസ്തകങ്ങളിൽ പോലും ദാനിയേൽ പ്രതിപാദ്യ വിഷയമാണ്. നിശ്ചയമായിട്ടും എന്തുകൊണ്ടാണ് ഈ ദാനിയേൽ ദൈവത്തിന്റെ പ്രിയ പുരുഷനായി തീർന്നത്? നമുക്കറിയാമോ, ഇതിന്റെ മൂലഭാഷയിലെ പേരാണ് എന്നെ ഏറ്റവും ആകർഷിക്കുന്നത്. യദീദിയാവ് അല്ലെങ്കിൽ യാദീദ് എന്ന് പറയുന്ന ആ ഹീബ്രു സഞ്ചാരങ്ങൾ, ആ ഹീബ്രു നാമം അധികം ആർക്കും വേദപുസ്തകത്തിൽ ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത ദാവീദിന്റെ ജീവിതത്തെ പ്രസാദിച്ച ദൈവം തിരഞ്ഞെടുത്ത ദാവീദിന്റെ ഫലം കായ്ച്ച ഒരുപക്ഷെ ഭൗതിക ഉദ്ദേശത്തിൽ ആത്മീയമായിട്ട് പരാജയപ്പെട്ടിരിക്കാം പ്രത്യേകം തിരഞ്ഞെടുത്ത മശീഹയുടെ പ്രതീകമായി നിർത്തുവാൻ വെച്ച ശലോമോനെ യദീദെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു പ്രാവശ്യം മാത്രമാണ്. പിന്നീട് സന്തോഷിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് ശലോമോനെ കുറിച്ച്. എന്നാൽ ഈ മനുഷ്യനെ സംബന്ധിച്ച് പറയുന്ന സ്ഥാനത്തൊക്കെയും ആവർത്തിച്ച് ഒരുപക്ഷെ 3 പ്രാവശ്യം ദാനിയേൽ നിങ്ങൾ ഏറ്റവും പ്രിയപുരുഷ എന്ന് കാണും, അല്ലെങ്കിൽ യദീദ് എന്ന് കാണും എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൽ ഒരു പ്രത്യേക ദൈവിക പൂർണ്ണതയുടെ സംഖ്യയാണെന്നത് 3, 7. ചില പ്രത്യേക കാര്യം പറയുമ്പോൾ 3. ദൈവത്തെ ആരാധിക്കണമായി ദൈവജനം വേർപെടുന്നത് പറയുമ്പോൾ പറയുന്നത് 3 ദിവസം വഴിദൂരം പോയി ആരാധിക്കണം, മരുഭൂമിയിൽ പോയി ആരാധിക്കണം. അബ്രഹാം തന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ അർപ്പണം ചെയ്യേണ്ട വേളയിൽ എന്താണ് പറയുന്നത്? അത് 3 ദിവസത്തെ വഴിദൂരം മരുഭൂമിയിൽ പോയി ഞാൻ കാണിപ്പാനിരിക്കുന്ന മലമേൽ അവനെ യാഗം കഴിക്കുന്നത്. ഈ 3 ദിവസം എന്നുള്ള ഉദ്ദേശം ഒരുപക്ഷെ ദൈവിക നിർദ്ദേശങ്ങൾ അത് നെഞ്ചിലേറ്റിക്കൊണ്ടത് ശിരസാവഹിച്ചുകൊണ്ട് പോകേണ്ട ഒരു വിശ്വാസത്തിന്റെ ചിത്രം. പൂർണ്ണതയോടെ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവിക പ്രമാണങ്ങളിലൂന്നി ആരാധിക്കുവാൻ, ദൈവത്തെ നിവർത്തിക്കുവാനുള്ള ദൈവിക നിർദ്ദേശം
വഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വാക്കായിട്ട് കാണാം ഈ 3 ദിവസം എന്നുള്ളത്. ഇവിടെ 3 പ്രാവശ്യം ഏറ്റവും പ്രിയ പുരുഷ യദീദ് എന്ന് വിളിക്കുന്നതിന്റെ കാരണം അദ്ദേഹത്തെ ദൈവം അറ്റസ്റ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ടാണ്. ദാനിയേൽ പ്രവചനം വലിയ ഒരു പുസ്തകമാണ്. 12 അധ്യായങ്ങളിൽ ഞാനൊരു പക്ഷേ ചില കാര്യങ്ങൾ ആവർത്തിക്കേണ്ടി വരും. ഇന്നലെ പറഞ്ഞത് ചില പുതിയ പ്രിയപ്പെട്ടവരുടെ മുഖം ഞാൻ കാണുന്നുണ്ട്. ചിലർ വളരെ വേദനയോടെ ഇവിടെ പ്രാർത്ഥിച്ചു കൊടുക്കുന്നത് ഞാൻ കേട്ടു. അത് ഈ ലോകത്തിലുള്ളതുകൊണ്ട് ജീവിച്ചാൽ മതി, ഇങ്ങനെ അലഞ്ഞു നടക്കാൻ ഇടവരരുത്, ഇവിടെയായിരിക്കുന്നു നല്ലത്, നിന്നോട് നിന്റെ വലത്തോടും നിന്റെ പാദപ്പെടുത്തിരിക്കുന്നത് നല്ലത് എന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ രാത്രി. പ്രിയപ്പെട്ടവരെ, ദാനിയേൽ പിടിച്ചുകൊണ്ടുപോയി ബാബേൽ സംസ്ഥാനത്തേക്ക് കൊണ്ടുപോയി ആ കാലത്തെ അല്ലെങ്കിൽ ഇന്നേ വരെ ഉണ്ടായിരുന്ന മാനുഷിക അധികാരം കൈയാളിയിട്ടുള്ള രാജാക്കന്മാരുടെ ഏറ്റവും ക്രൂരനും ഏറ്റവും കഠിനനുമായിട്ടുള്ള ഒരു വ്യക്തി, ലോകത്തിലെ സകല കഠിന രാജാക്കന്മാരെയും കീഴ്പ്പെടുത്തിയ ഒരു അധികാരം കവർന്നെടുത്തുകൊണ്ട് തങ്ക ശിരസ് എന്ന ദൈവാത്മാവ് അവനെ പ്രശംസിച്ചല്ല, അവനെ രേഖപ്പെടുത്തത്തക്കവണ്ണം മുഴുവൻ അധികാരവും ലോകത്തിന് കൈയാളിയ ആ മനുഷ്യന്റെ രാജധാനിയിൽ ഇദ്ദേഹം എത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, വളരെ ബാല്യത്തിൽ ദാനിയേൽ പിടിച്ചുകൊണ്ട് പോകപ്പെട്ടു. ദൈവത്തിന്റെ വചനം പറയുന്നു, ബാല്യത്തിലെ മുഖം ചുമക്കുന്ന ഒരുവന് നല്ലത്. ഞാനിവിടെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഞാനത് പറഞ്ഞു പോകാതിരിക്കാൻ എനിക്ക് സാധിക്കത്തില്ല. കുഞ്ഞുങ്ങൾ ബാല്യം മുതൽ നടക്കേണ്ടുന്ന വഴിയിൽ അഭ്യസിക്കപ്പെടേണ്ടതാണ് എന്ന് വേദപുസ്തകം പഠിക്കുന്നു. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയാണ്. ഈ ദാനിയേലിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ എനിക്ക് ആ കാര്യം പറയാതിരിക്കുവാനായിട്ട് സാധ്യത. ദാനിയേലും 3 യുവാക്കളും അവരുടെ പേരോടുകൂടി യാഹെന്നോ ഏലെന്നോ ഉള്ള പേര് വഹിച്ചിരുന്നു എന്നാണ് ഞാൻ കാണുന്നത്. എല്ലാം വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. അന്ന് പിടിച്ചുകൊണ്ടുപോയ യുവാക്കന്മാരെ കുറിച്ച് 1-ാം അധ്യായത്തിൽ പറയുമ്പോൾ നമ്മൾ കാണുന്നത് നിങ്ങൾ നോക്കുക. ഒന്ന് ദാനിയേൽ ആണ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരാളുടെ പേര് നോക്ക്. ദാനിയേലിന്റെ 7-ാം വാക്യത്തിൽ കാണുന്നത് പേരുകൾ മാറിയിടുകയാണ് പിടിച്ചുകൊണ്ടുപോയപ്പോൾ ബാബേലിൽ വെച്ച്. ദാനിയേൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം എന്റെ ന്യായാധിപതി. ഇല്ല, ന്യായാധിപതി എന്നുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റെടുക്കാവുന്ന ഏറ്റവും മനോഹര പേരാണ് ദാനിയേൽ. എന്റെ 2ാമത്തെ മകന്റെ പേരിൽ ദാനിയേൽ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ വീട്ടിലെങ്കിലും ദാനിയേൽ, അതിന് പ്രത്യേകമായിട്ട് എടുത്തിട്ടതാണ് ദാനിയേൽ. അവന്റെ എല്ലാ വഴികളിലും ദൈവം അവന്റെ ന്യായാധിപതിയായിരിക്കണം. അതെനിക്ക് സാധ്യത. എത്രത്തോളം എന്റെ കുഞ്ഞിനെ ജീവിത വഴികൾ നടത്തുവാൻ എനിക്ക് കഴിയുന്നതിന് വളരെ പരിമിതിയുണ്ട്. ഒരു സാധാരണ മനുഷ്യന്റെ നിലയിലെന്ന് എനിക്കറിയാനായിട്ട് സാധിക്കും. പക്ഷെ എന്റെ കുഞ്ഞിനായി ഞാൻ നിരന്തരം പ്രാർത്ഥിക്കും. നിരന്തരമായിട്ട് ഞാൻ ഇന്ന് അതേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വഴിയെ നടക്കുമ്പോൾ പ്രാർത്ഥിക്കും, യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കും. രാവിലെ പാസ്റ്ററുമായിട്ട് യാത്ര ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് വഴിയെ പോകുമ്പോൾ ധാരാളം പ്രാർത്ഥിക്കാൻ പറ്റും. ദേവദാസായി കുഞ്ഞുങ്ങളെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ഈ ദാനിയേല് വളരെ കോമളരൂപിയായ വളരെ മനോഹരരൂപിയായ ഒരു കൊച്ചുകുട്ടിയായി ഒരു യുവാവായിരുന്നു. പക്ഷെ ഒരു ടീനേജറായി. പക്ഷേ അവന്റെ പേരിൽ ചുമ്മാ ഒരു ഏല് പിടിപ്പിച്ച് വെക്കുകയല്ല ചെയ്തത്. നമ്മളൊക്കെ പേരിടും, പക്ഷെ അവിടെ നിന്ന് തീരെ പാടില്ല. ഏൽ പിടിച്ചാൽ ആ ഏല എന്നുള്ളത് ഒരു സിമ്പലാണ്. എന്താണ്? അവൻ ആവശ്യമായി ദൈവസന്നിധിയിൽ നിൽക്കുവാനുള്ളതെല്ലാം അവന്റെ പേരോടും വ്യക്തിത്വത്തോടും ദൈവം ചേർത്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവന്റെ മാതാപിതാക്കൾ അവനെ ആ പേരിട്ടപ്പോൾ തന്നെ യഹൂദ മര്യാദ, ന്യായപ്രമാണ മര്യാദ ഇതൊക്കെ പഠിപ്പിച്ചു വെച്ച് ഓരോ ദിവസവും അത് പരിശോധിച്ച് തൃപ്തി അടഞ്ഞവനെ വളർത്തി എന്നുള്ളതാണ്. ഈ പോകുന്ന പോക്കിൽ ആരും പിടിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനായിട്ടൊക്കെ നമ്മൾ ദൂരെ വിടും. ചിലരെ ഇംഗ്ലണ്ടിൽ വിടും, ചിലരെ അമേരിക്കയിൽ വിടും, ചിലരെ ചിലപ്പോൾ റഷ്യയിൽ വിടും, ഇപ്പൊ ഇക്കാലത്ത് ചൈനയിൽ വിടും. പക്ഷെ എവിടെ പോയാലും ഈ ഏൽ അവന്റെ ജീവിതത്തോട് ചേർന്ന് വേറെ ചില കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവന്റെ പേര് ഇതിന്റെ അവസാനം നിങ്ങൾ നോക്കി യാഹ് എന്നാണ്. എന്താണ് അടുത്ത പേരുകൾ? ദാനിയേൽ, പിന്നെ 2ാമത് ഹനനിയാവ് എന്നല്ല, ഹനനിയാഹ് എന്നാണ് അതിന്റെ ഹീബ്രു ഭാഷ. ഹനനിയാഹ് ഹായാണ് അവസാനിക്കുന്നത്. ഹീബ്രുവിലെ ഹായിൽ അവസാനിക്കുക. അപ്പോൾ ആരാണ് ഹാ? ആരാണ് ഹാ? യാഹ് അല്ലാതാരാ? യാഹുവേ, യഹോവയുടെ പേരാണ് യാഹ്. ഹീബ്രുവിൽ യാഹ് എന്നുള്ളതാണ്. ഇനി അടുത്തത് നോക്ക്, ഒരാളുടെ പേരെന്താണ്? മീശായേൽ. ആരാണ് ഏൽ? ദൈവമാണ്, അത്യുന്നതനായ ദൈവമാണ് ഏൽ. ഏൽ ചേർത്ത് വെച്ചിരിക്കുക. പിന്നീട് കാണുന്നത് ആരാണ്? ഒരു യാഹും കൂടി ഉണ്ടല്ലേ. ഈ ആളുകളെ എന്ത് ചെയ്തു? ഈ ആളുകളുടെ എല്ലാ പേര് പുറജാതി ജനന്മാരുടെ പേരായിട്ട് മാറ്റി. ഞാൻ വിശദീകരിക്കാൻ സമയം എടുക്കുന്നില്ല, ഇനി മുന്നോട്ട് പോകണം. പക്ഷേ വളരെ യൗവന പ്രായത്തിൽ
ജീവിത വഴി യാത്രയിൽ വെച്ച് ഈ കുഞ്ഞുങ്ങൾ കവർ ചെയ്യപ്പെട്ടു. ശത്രുവിനെ റാഞ്ചിക്കൊണ്ട് പോയി എന്നുള്ളതാണ് ചിത്രം. ഇതിന്റെ ആത്മീയ ചിത്രമാണ്. വേറെ അനേകം കുഞ്ഞുങ്ങളെയും എന്ത് ചെയ്തു? ശത്രു റാഞ്ചിക്കൊണ്ട്. പക്ഷെ അവരാരൊക്കെ ഗുണം പിടിച്ചു എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ദൈവജനങ്ങളെ, ദൈവസഭയിൽ വളരുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അതിന്റെ മാതാപിതാക്കൾക്ക് മാത്രമല്ല ഉത്തരവാദിത്വം പറയാൻ ഞാൻ ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുക. ഓരോ കുഞ്ഞുങ്ങളെയും ഞാൻ വിചാരിക്കുമ്പോൾ ഈ സഭയിലൂടെ നടക്കുന്ന കുഞ്ഞുങ്ങൾ, നമുക്കറിയാം കുഞ്ഞുങ്ങൾ പൊതുവെ കുസൃതികളാണ്. ബാലന്റെ ഹൃദയത്തോട് ദോഷത്വം പറ്റിയിരിക്കുന്നു. ശിക്ഷയ്ക്കുള്ള വടി ദോഷത്തെ അടിച്ചുവാരി കളയുന്നു. പൊട്ടി പോകത്തക്ക അടിയും ഹൃദയത്തിന്റെ അറകളിലേക്ക് കടന്നു ചെന്ന് തല്ലും ദോഷത്തെ അടിച്ചു വാരി കളയുന്നു. ഞാനീ പറയുന്ന ദൈവജനം, ഈ ദൈവജനത്തിൽ നിന്ന് വേർപെട്ട് ഈ ഏഴ് നമ്മുടെ കുഞ്ഞിന്റെ അവതാരത്തോട് ചേർത്ത് വെക്കാതെ, അല്ലെങ്കിൽ ഈ ആട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പേരിനോട് ചേർത്ത് വെക്കാതെ ഇവർ പോകുന്ന വഴി അങ്ങ് പോവുകയുള്ളൂ. അവർ പോകേണ്ടതുപോലെ പോവുകയില്ല. പ്രിയപ്പെട്ടവരെ, വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കുക. പുത്രനെ ചുറ്റിപ്പി എന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ അർത്ഥം? വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കാൻ പുത്രനെ ചുറ്റി. നാം ഒരു വഴിയാത്രയിലാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഒടുവിൽ നാം എല്ലാവരും സിയോനിൽ ദൈവസന്നിധി ചെന്ന്, നമ്മുടെ ആഗ്രഹം ഒടുവിൽ നാം എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്ന്. നിങ്ങൾക്കറിയാമോ, ഈ വഴിയാത്രയുടെ വളരെ സങ്കടകരമായ ചിത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ദൈവജനം അല്ലെങ്കിൽ ദൈവമക്കൾ അല്ലെങ്കിൽ ദൈവദാസന്മാർ ജീവിച്ചു മുന്നോട്ട് പോകും. വഴിയിൽ വെച്ച് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കറിയാമോ, ശൗൽ രാജാവ് പരാജിതനായ ചിത്രം അറിയാമോ? ശൗൽ രാജാവ് എന്നെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ടാണ് ദൈവം അഭിഷേകം ചെയ്തത്. ശമൂവേൽ പ്രവാചകനോട് അഭിഷേകം ചെയ്തത് എന്തായിരുന്നു? ഇസ്രായേൽ ജനം തങ്ങളുടെ വാഗ്ദത്തദേശമായ കാനാനിലേക്ക് പോകുന്ന വഴിയാത്രയിൽ വഴിയിൽ വെച്ച് കാരണവുമില്ലാതെ ആക്രമിച്ച അമലോക്കിനെ നിർമൂലമാക്കി കളയണം. അവനോട് കരുണ തോന്നരുത്, അവനോട് കനിവ് തോന്നരുത്. അവന്റെ മക്കളോട് മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളോട് കരുണ തോന്നരുത്. അവന്റെ ആടുകളോടോ മാടുകളോടോ കരുണ തോന്നരുത്. അതെ, അവരെ ഭൂമുഖത്ത് നിർമൂലമാക്കി കളയണം. ഈ അമലോക്കിന്റെ പേര് അതെ ഈ ഭൂമുഖത്ത് നിർമൂലമാക്കി കളയും. എന്നാണ് യഹോവയ്ക്ക് അമലോക്കിനോട് തലമുറയായി യുദ്ധമുണ്ട്. ഈ 2014 യുദ്ധമുണ്ട്. ഈ ബഹ്റിലെ ദൈവത്തിനിടയിൽ യുദ്ധമുണ്ട്. എവിടെ ദൈവമുണ്ടോ അവരുടെയും യുദ്ധമുണ്ട്. കാരണം വഴിയിൽ വെച്ച് മുച്ചോടും മുറിച്ചു കളയുവാൻ ശത്രുവുണ്ട്. പല പേരിലറിയപ്പെടുന്നു. അമലോക്കെന്ന് പേരിലറിയപ്പെടും. ഒരുപക്ഷെ നെബൂഖദ്നേസർ എന്ന പേരിൽ അറിയപ്പെടാം. അല്ലെങ്കിൽ ഒരു ആഗോള ചക്രവർത്തി എന്നോ ഒരു പ്രത്യേക ഭരണാധികാരിയോ എന്നുള്ള പേരിൽ അറിയപ്പെടാം. പക്ഷേ എന്താണ് അതിന്റെ അനന്തരഫലം? കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോവാം. നമ്മളുടെ വഴിയാത്രയിൽ വഴിമധ്യേ വെച്ച് നമ്മളെ കവർന്നുകൊണ്ടുപോയി എന്ന് വരാം. പക്ഷെ എത്ര പേർ അതിജീവിക്കും? ഈ അതിജീവനത്തിന്റെ കഥ എവിടെ നോക്കിയാലും ഒന്ന് തന്നെ. പുറപ്പാട് പുസ്തകം അതിന്റെ 17-ാം അധ്യായത്തിൽ ആമുഖമായി നിങ്ങൾ ഓർമ്മിക്കുവാൻ പറയുകയാണ്. 17-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യം നാം പുറത്ത് വായിക്കും. പുറപ്പാട് 17-ന്റെ 8 മുതലുള്ള വാക്യം. ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അപ്പോൾ മോശെ യോശുവയോട്, നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക. ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമെന്ന് പറഞ്ഞു. മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു. അമാലേക്കിനോട് പൊരുതു. എന്നാൽ മോശയും അഹരോനും ഹൂരും കുന്നിൻ മുകളിൽ കയറി. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. എന്നാൽ മോശയുടെ കൈക്ക് ഭാരം തോന്നിയപ്പോൾ അവരൊരു കല്ലെടുത്തു വെച്ച് അവൻ അതിന്മേൽ ഇരുന്നു. അഹരോനും ഹൂരും ഒരുത്തൻ ഇപ്പുറത്തും ഒരുത്തൻ അപ്പുറത്തും നിന്നു. അവന്റെ കൈ താങ്ങി. അങ്ങനെ അവന്റെ കൈ സൂര്യൻ അസ്തമിക്കും വരെ ഉറച്ചു നിന്നു. യോശുവ അമാലേക്കിനെയും അവന്റെ ജനത്തെയും വാളിന്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, മതി, സമയക്കുറവുണ്ട്. നിങ്ങൾ കണ്ടോ, ഇസ്രായേൽ കാനാനിലേക്ക് വാഗ്ദത്തദേശത്തേക്ക് യാത്രയാവുമ്പോൾ വഴിയിൽ വെച്ച് സംഹാരം സംഭവിക്കും. വഴിയിൽ വെച്ച് നാശം സംഭവിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് വളർത്തുന്നത്. അവരെ ഡോക്ടറാക്കണം, അല്ലെങ്കിൽ നല്ല ഫിസിഷ്യനാക്കണം, അല്ലെങ്കിൽ ഒരു ഹൈടെക് എഞ്ചിനീയർ ആക്കണം, അല്ലെങ്കിൽ ഉന്നതനായ ഒരു ബിസിനസ് മാനേജറാക്കണം. എന്തെങ്കിലുമൊക്കെ ആഗ്രഹത്തോടുകൂടിയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. പക്ഷെ നിങ്ങളൊന്ന് ഓർത്തുകൊള്ളുക, നാം ഓർക്കേണ്ട ഒരു കാര്യം, വഴിയിൽ ശത്രു പതിയും. ഏത് രൂപത്തിൽ, ഏത് ഭാവത്തിൽ എന്ന് നമുക്ക് ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത വിധം
ഈ പച്ചിലകൾക്കിടയിൽ മറിഞ്ഞിരുന്ന് പച്ചനിറം പ്രാപിക്കുന്ന ചില ജീവി ശലഭങ്ങളെ അങ്ങനെ കൊന്നെടുക്കാം. നിങ്ങൾക്കറിയാം എന്റെ പേര് ഓന്ത് അല്ലെ. ഈ ശത്രുവിന്റെ നിറവ് എങ്ങനെയാണ്? ഓന്ത് പോലെയാണ്. അവൻ കരിയിലിരിക്കുമ്പോൾ അവൻ ഏത് നിറയാണ്? കരിയില. പച്ചിലയിലിരിക്കുമ്പോൾ അവന്റെ നിറമാണ് പച്ച നിറമാണ്. ശത്രുവിനെ തിരിച്ചറിയാൻ വളരെ പ്രയാസം. പക്ഷെ വഴിയിൽ സംഹാരവും വഴിയിൽ നാശം അങ്ങ് എത്തുമോ? ഇതാണ് ചോദ്യം. അങ്ങ് എത്തുമോ? ഇവിടെ ഈ ടെക്സ്റ്റ് നമ്മൾ പഠിച്ചാലും ഈ പുറപ്പാടിന്റെ ടെക്സ്റ്റ് പഠിച്ചാലും അവിടെ രണ്ട് കാര്യങ്ങളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് വഴിയിൽ വെച്ച് ശത്രു ആക്രമിച്ചപ്പോൾ അതിജീവനത്തിനായി അവിടെ ദൈവം ഉപയോഗിച്ച രണ്ട് മാധ്യമങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് പറയാമോ? അവിടുന്ന് പ്രതീകാത്മകമായിട്ട് ഒന്ന് വാളിന്റെ വായ്ത്തലയാലുള്ള സംഹാരമാണ്. എന്താണ് വാള്? ഇരുവായ്ത്തലയുള്ള വാള് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം. ഒരുപക്ഷെ ആ ദൈവത്തിന്റെ വചനം അതുപോലെ തന്നെ ദൈവത്തിന്റെ വചനത്തോട് ചേർന്നിരിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. മോശയുടെ കൈ എന്ത് ചെയ്യണമായിരുന്നു? ഉയർന്നിരിക്കണമായിരുന്നു. കൈ ഉയർത്തുന്നതിന്റെ പ്രതീകമാണ്. ഞാൻ കൈകളെ ഉയർത്തുന്നത് എന്താ? ആ പ്രാർത്ഥനയെ സൂചിപ്പിക്കുന്ന വാക്കാണ്. കൈ ഉയർത്തുക. വിശുദ്ധ കരങ്ങളെ ഉയർത്തി. വിശുദ്ധ കരങ്ങൾ ഉയർത്തുക. കരം ഉയർത്തുക എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിക്ക് അറിയാം എന്താണ് പ്രാർത്ഥനാ കരങ്ങൾ ഉയർത്തുക. ഇത് തമ്മിൽ സമരസപ്പെട്ടു പോകുന്നതാണ്, സന്തുലിതമായിട്ട് പോകുന്നത്, ഒന്നൊന്നോട് ചേർന്ന് പോകുന്നതാണ്. ഇങ്ങനെ പോകണം. ഈ ദാനിയേലിലേക്ക് മടങ്ങി വരാൻ ഞാൻ വേറെ ടെക്സ്റ്റല്ലോ ഒന്ന് പ്രസംഗിക്കുന്നത്. ദാനിയേലിലേക്ക് മടങ്ങി വരുമ്പോൾ ഈ വഴിയിൽ വെച്ച് നശിച്ചു പോകാവുന്ന കടുത്ത ആക്രമണത്തെ അതിജീവിച്ച് കൊടിയ രാജാവ് പിടിച്ചുകൊണ്ടുപോയി കൊടിയ നിശ്ചിതമായ നിയമങ്ങൾ ചാലിച്ചു, പേര് വരെ മാറ്റി, ബോധം മറച്ചു, ബ്രെയിൻ വാഷ് ചെയ്തു ഞാൻ വിചാരിക്കുന്നത്. എന്താണ് പേര് മാറിയപ്പോൾ? ദാനിയേൽ ദൈവ ന്യായാധിപനായി ജീവിക്കുവാൻ വളർത്തപ്പെട്ട, അങ്ങനെ പേര് ചേർത്തപ്പെട്ട, അങ്ങനെ വേർതിരിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതൽ ഏത് പേരിലായി മാറി? മാടൂക്ക് ദേവന്റെ ഭാര്യ അതിനെ സംരക്ഷിക്കും എന്ന പേര് ബൽശസ്സർ എന്ന് പറയുന്ന പേര്. അന്ന് പറഞ്ഞാൽ ദേവനോട് സംബന്ധിച്ച് ദേവന്റെ സംരക്ഷണയിൽ വെച്ചാണ് ദാനിയേലിന്റെ ബോധം മറയ്ക്കുവാനായി ശ്രമിച്ചത്. അതൊരു പക്ഷേ ആ കാലത്തെ ബ്രെയിൻ വാഷിംഗ് ആയിരുന്നു. പേര് ചോദിക്കുമ്പോൾ പഴയ നിയമകാലത്ത് നോക്കിയാൽ പേരുമായിട്ട് വളരെ ബന്ധമുണ്ട് അവരുടെ ജീവിതത്തിൽ. എന്നാൽ ഇന്ന് പേരുമായിട്ട് ചിന്തയുമായിട്ട് ഓരോരുത്തർ എന്ത് ചിന്തിക്കുന്നു അതാണ്. അതുകൊണ്ടാണ് ഞങ്ങളെ കഴിഞ്ഞ ദിവസം ആശ്രമമായിട്ട് പ്രാർത്ഥിപ്പോൾ പറഞ്ഞു, രാവും പകലും ദൈവത്തിന്റെ വചനത്തിൽ സന്തോഷിച്ച് ദൈവത്തിന്റെ വചനത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. നിന്റെ വചനം ധ്യാനിക്കുമ്പോൾ മജ്ജയും മേധസ്സും കൊണ്ടവണ്ണം എന്റെ ഹൃദയത്തിന് തൃപ്തി വരുന്നു എന്നുള്ളത് ഈ ദൈവജനം ഒരു ധ്യാന വിഷയമാണ്. ഞാൻ പൂനെയിലായിരുന്നപ്പോൾ എനിക്ക് നല്ല സ്നേഹിതന്മാരുണ്ട്. എനിക്ക് പുതിയ ചില സംസ്കാരങ്ങൾ പൂനെയിൽ നിന്ന് കിട്ടി. അവിടെ ഞാനിങ്ങനെ പോകുമ്പോൾ ചില പിള്ളേർ, എന്റെ കൂട്ടുകാർ വളരെ യൗവനക്കാരാണ്, നല്ല ചെറുപ്പക്കാർ, നല്ല ചുരുക്കക്കാർ കർത്താവിനെ പ്രസംഗിക്കുകയാണ് പൂനെയിൽ. അവരൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി ഞാൻ കണ്ടു. അവരെപ്പോഴും ബൈക്ക് ഓടിക്കുമ്പോഴോ കാർ ഓടിക്കുമ്പോഴൊക്കെ അവർ ചെയ്യുന്നത് അവരുടെ ചെവിയിൽ എന്ത് ചെയ്യും? ഒരു ഇയർഫോണിലൂടെ വെച്ച് വലിയ ദൈവദാസന്മാർ പ്രസംഗിക്കുന്ന ദൈവം കേട്ടുകൊടുക്കാം. അവർ പറയും, ഞാനിപ്പോൾ സെർമൺ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ സംസാരിക്കാൻ സാധ്യതയില്ല. ഇന്ന് പലപ്പോഴും നമ്മുടെ ചെവിയിൽ എന്താണ്? വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് വണ്ടി ഓടിക്കുമ്പോ പറഞ്ഞു 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 ഒന്ന് പറ്റി. ഓക്കെ, ബിസിനസ് കാര്യമായിരിക്കാം, തൊഴിൽ കാര്യമായിരിക്കാം, നമുക്ക് കുറ്റപ്പെടുത്താൻ സാധ്യമല്ല. പക്ഷേ രാപ്പകൽ വചനം ധ്യാനിക്കുന്നതും രാപ്പകൽ മൊബൈലിൽ ചാറ്റ് ചെയ്യുന്നതും വ്യത്യാസമാണ്. നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്, ക്ഷമിക്കണം, ഞാനും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ബിസിനസ് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഫോൺ എടുക്കാതെ ചെയ്യാം, എല്ലാ ബിസിനസ് ചെയ്യാം. സഹോദരൻ താമസിച്ച പോലെ ഈ പണിയെല്ലാം വിട്ട് കർത്താവിന്റെ പാതവീട്ടിലിരിക്കുന്ന കാര്യങ്ങൾക്ക് പോകാം, ജീവിക്കണ്ടേ. പക്ഷെ ശ്രദ്ധിക്കണം, ഇത് ജീവിതത്തിന്റെ ഒരു മുഖ്യ കാര്യമായിട്ട് എടുക്കാൻ പാടില്ല. രാപ്പകൽ ചെയ്യേണ്ട കാര്യം എന്താണ്? വചനം ധ്യാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവവചന ധ്യാനം, ദൈവവചന ധ്യാനം അങ്ങനെ മാറ്റിവയ്ക്കും. ഞാൻ പൂനെയിൽ കണ്ട യുവാക്കൾ, അവരൊക്കെ കർത്താവിന് വേണ്ടി വലിയ വേലക്കാരായിട്ട് മാറിയിട്ടുണ്ട്. പലരും വലിയ മിനിസ്ട്രി പൂനെയിൽ നടത്തുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ നടത്തുന്നുണ്ട്. കാരണം അവരുടെ ദൈവം എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദോഷമുള്ള ഹൃദയത്തെ ശുദ്ധീകരിപ്പാൻ ദോഷം അടിച്ചു വാരിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം ഹൃദയത്തിലേക്ക് കിടന്ന വിചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായ ദൈവവചനം. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ ദൈവവചനത്തെ സ്നേഹിച്ചിരുന്നു. നമുക്ക് തിരിച്ചു വരാൻ ദാനിയേലിലേക്ക് വരുമ്പോൾ, ദാനിയേൽ എന്തുകൊണ്ട് പ്രിയനായി? വഴിയിൽ വെച്ച് അവൻ നശിച്ചു പോയില്ല. അവൻ വഴിയിൽ എത്തുമെന്ന് പറഞ്ഞാണ് ദൈവം അവന്റെ ജീവിതം അവസാനിപ്പിച്ചത്. ദൈവം കിടന്നോ ദാനിയേലെ?
നിങ്ങൾ 12 അധ്യായം വായിച്ചത്. നീ പോയി കിടന്നു ദാനിയേൽ, ഒന്ന് വായിച്ചു നോക്കി. അവൻ ലക്ഷ്യത്തിലെത്തിയോ നോക്കൂ. വഴിയിൽ വെച്ച് ശത്രുവിനെ ആക്രമിച്ചു, പക്ഷെ അവൻ പരാജയപ്പെട്ടില്ല. എങ്ങനെയാണ് അവൻ പരാജയപ്പെടാതിരുന്നതാണ് എന്ന് പറയാനായിട്ട് പോണത്. നിങ്ങൾ നോക്ക്, ഇതിന്റെ അവസാന വാക്കൊന്ന് വായിച്ചു നോക്കി. 13-ാം വാക്യത്തിൽ ദാനിയേലിനെ വിളിച്ച് പറയുകയാണ്. ആരെങ്കിലും ഉറക്കെന്ന് വായിച്ച വാക്യം. ഈ അവസാനം വരുവോളം പോയിക്കൊള്ളുക, നീ വിശ്രമിച്ച കാലാവസാനത്തേക്ക് നിന്റെ യോഗ്യത ലഭിക്കാൻ എഴുന്നേൽക്കും. ഇതിൽ കൂടുതൽ ദൈവമാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആരെങ്കിലും ദൈവത്തിന്റെ വായിൽ ഇതിൽ കൂടുതൽ കേൾക്കാനുണ്ടോ? നമ്മുടെ മരണസമയം വരുമ്പോൾ, മരണത്തോടടുക്കുമ്പോൾ, മരണങ്ങൾ നമ്മുടെ മേൽ വീശുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ സംഭാഷിക്കുകയാണ്. അയ്യോ, നീ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനം വരുന്ന ദിവസം നീ എഴുന്നേറ്റ് വരും, നിന്റെ ഓഹരി പ്രാപിപ്പാൻ. ഇങ്ങനെ കേൾക്കുവാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ധന്യമായിരിക്കും. ഞാനിത് രാവിലെ സഹോദരന്മാർക്ക് അവരോട് സംസാരിച്ചു കുറെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദരനെ അറിയാമോ, സഹോദരനെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി നിങ്ങൾക്കറിയാമോ? ഈ ദാനിയേലിന്റെ കാര്യം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ ഞാനിത് പറഞ്ഞു. ദാനിയേലിനെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി ഉണ്ടായി. നിങ്ങൾ നോക്കാം, ദാനിയേൽ പ്രവചനം അതിന്റെ അധ്യായ ക്രമീകരണങ്ങൾ പോലും ആദ്യത്തെ 6 അധ്യായങ്ങൾ എന്താണ്? ആ കാലത്തിന്റെ ചരിത്രം കോറിയിട്ടിരിക്കുക. അടുത്ത 6 വാക്യങ്ങൾ എന്താണ്? വരാൻ പോകുന്ന അന്ത്യം വരെ, ദൈവരാജ്യം സംസ്ഥാപിതമാകുന്നത് വരെ ഉള്ള കാര്യങ്ങളെ പ്രവചനാത്മാവ് എഴുതി വെച്ചിരിക്കുക. ഇതിനിടയിൽ നിൽക്കുകയാണ് മനുഷ്യൻ. ചരിത്രഗതികളെ മാറ്റിമറിച്ച മനുഷ്യൻ. രാജാക്കന്മാരെ മാനസാന്തരേക്ക് നിർത്തി. രാജാക്കന്മാർ ഉണ്ടാകുന്നതിന് മുമ്പ് രാജാക്കന്മാരുടെ ഭാവി കുറിച്ചു വെച്ച മനുഷ്യൻ. കൊരശ് രാജാവ് ഉണ്ടാകുന്നത് BC 600-കളിൽ ഇദ്ദേഹം എഴുതുകയാണെങ്കിൽ കൊരശ് രാജാവ് 300 വർഷം കൂടെ കഴിഞ്ഞ് BC 300-ലാണ് ജനിച്ചതും മരിച്ചതും. രാജാവ് കുറഞ്ഞാൽ രാജാവ് മാനസാന്തരപ്പെട്ടു. യെശയ്യാ പ്രവചനം 44-ാം അധ്യായത്തിന്റെ അവസാനവും 45-ാം വാക്യത്തിന്റെ ആദ്യവും പറയുന്നത് കൊരശ് എന്റെ ഇടയിൽ. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇസ്രായേലിനല്ല, പരിച്ഛേദനയില്ല, പിതാക്കന്മാരില്ല, അബ്രാഹാമിന്റെ സന്തതിയല്ല, ഒരു പുറജാതി രാജാവായ കൊരശിനെ കുറിച്ച് പറയുകയാണ്. കൊരശ് എന്റെ ഇടയിൽ തീർന്നില്ല. 45-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, കൊരശ് എന്റെ അഭിഷിക്തൻ. മനസ്സിലായോ? എന്റെ മശിഹ. എന്താണ് അഭിഷിക്തൻ എന്ന് പറഞ്ഞാൽ? എന്റെ മശിഹ, എന്റെ പദ്ധതിക്കായി വേർതിരിക്കപ്പെട്ടവനാണ് കൊരശ്. പുറജാതി രാജാക്കന്മാർ ലോകൈക അധികാരം കൈയാളിയിരുന്നവർ ആരായിട്ട് തീർന്നു? ദൈവത്തിന്റെ ദാസന്മാരായിട്ട് തീരുവാൻ ഒരു യുവാവിനെ ഉപയോഗിച്ചു. പ്രിയപ്പെട്ടവരെ, കാരണം അവന്റെ പേരിന് മേലിൽ ഒരു ഏലുണ്ടായിരുന്നു. ആ ഏല് വിടുവാനില്ല. അവൻ ഒരിക്കലും പറഞ്ഞില്ല ഞാൻ പരിശുദ്ധരാണെന്ന്. അവൻ പറഞ്ഞു, ദാനിയേൽ എന്ന ഞാനോ, എനിക്കിത് പറഞ്ഞു തീർക്കുവാൻ സമയം ഇല്ല, അതുകൊണ്ട് ഞാൻ പറയാണ്. ദാനിയേൽ തന്റെ കാര്യങ്ങൾ പറയുമ്പോൾ എന്താ പറയുന്നത്? ദാനിയേൽ എന്ന ഞാനോ രാജഭയം എനിക്കില്ലായിരുന്നു. എന്ത് രാജഭയത്തെ, കൊടിയ രാജാവിന്റെ ക്രൗര്യത്തെ, അവന്റെ ഭീതിയെ എല്ലാം മറച്ച് ദൈവം വിളിച്ച വിളിക്ക് ശുശ്രൂഷ ചെയ്ത് ലോകത്തിന്റെ ഭാവി അവസാനിക്കുന്ന സമയം വരെയുള്ള സത്യങ്ങൾ ഗ്രഹിച്ച് ലോകത്തിന് പ്രദാനം ചെയ്ത് ഏതോ 5 രാജാക്കന്മാരുടെ ജീവിതത്തെ സ്വാധീനിച്ച്, രാജാക്കന്മാരുടെ ഭാര്യമാരുടെ ജീവിതത്തെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ച് ഈ മനുഷ്യൻ ജീവിച്ചു. നിങ്ങൾക്കറിയാമോ, ഈ മനുഷ്യൻ എഴുതി വെച്ച കാര്യങ്ങൾ വായിച്ച് അലക്സാണ്ടർ ചക്രവർത്തി റബിമാർക്ക് സമ്മാനം കൊടുക്കുമായിരുന്നു ഞാൻ വായിച്ചു. ഏതാണ്ട് ഇദ്ദേഹം ജീവിച്ചതിന് 300 വർഷം താഴെയാണ് വീണ്ടും അലക്സാണ്ടർ വരുന്നത്. അലക്സാണ്ടർ ചക്രവർത്തി ഗ്രീക്ക് സാമ്രാജ്യം വരുന്ന കാലത്ത് ഗ്രീക്ക് ചക്രവർത്തി ആയിരുന്ന അലക്സാണ്ടർ തന്നെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അലക്സാണ്ടർ യവന പ്രഭു, യവന രാജാവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിന്റെ 7-ാം അധ്യായം മുഴുവൻ ഏകദേശം ആരെങ്കിലും അറിഞ്ഞിരിക്കുന്നത് അലക്സാണ്ടർ, മഹാനായ അലക്സാണ്ടറെ കുറിച്ച്. അതെന്താണ്? BC 300-കളിലാണ്. മഹാനായ അലക്സാണ്ടറേയും, അലക്സാണ്ടർ മരിച്ചതിന് ശേഷം അലക്സാണ്ടർ രാജ്യം 4-ആയി വിഭജിച്ചു പോകുന്ന 4 ജനറൽമാരുടെ കാര്യം വരെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ട് വായിച്ചു കാണുമ്പോൾ അലക്സാണ്ടർ നന്ദിച്ചു പോയി എന്നാണ് പറയുന്നത്. റബിമാർ ഇത് വായിച്ചു അങ്ങയെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ചരിത്രഗതികൾ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സംഭവങ്ങൾ വേദപുസ്തകത്തിൽ കാണിച്ചപ്പോൾ അദ്ദേഹം അതിശയിച്ചു പോയി എന്നാണ് പറയുന്നത്. അതുപോലെ പെർഷ്യൻ രാജാവായ കൊരശും അതിശയിച്ചു പോയി. കൊരശ് രക്ഷിക്കപ്പെട്ടു. മഹാനായ നെബൂഖദ്നേസർ ചക്രവർത്തി തിരുമേനിയും രക്ഷിക്കുന്നു. തിരുമേനിമാരെ മാറ്റിമറിക്കുന്നു, രാജ്യങ്ങളെ മാറ്റിമറിക്കുന്നു, കാലഗതികളെ മാറ്റിമറിക്കുന്നു, ചരിത്രത്തെ തിരുത്തി എഴുതുവാൻ ദൗത്യമുള്ളത്. ഇവിടേക്ക് ഓരോരുത്തർക്ക് ഞാൻ പറയാം, ദാനിയേലിൽ എനിക്ക് പറയാനുള്ളത് ദൗത്യമുള്ളത്. സ്ത്രീ പുരുഷന്മാർ കോറസ് ഒരു വലിയ ദൗത്യത്തിന്റെ ഭാഗമായി ഒരു പ്രത്യേക ഭാഗത്ത് നമ്മളെ ആക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവൃത്തിയിൽ അതിന്റെ 14-ാം അധ്യായത്തിൽ പറയുന്നത്, അവർ ഒരിക്കലും മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി അവരുടെ വാസത്തിന്റെ കാലങ്ങളും അതിരുകളും നിശ്ചയിച്ചു. അത് നിർണയിച്ചിട്ടുള്ള കാര്യം. ഇവിടേക്കുള്ള ജീവിതങ്ങൾക്ക് ഒരു നിർണയം ദൈവികമാണ്. വെറുതെ നശിച്ച്
നരകക്കുഴിയിലേക്ക് പോയി അവസാനിച്ച് യാതനകൾ കുടുങ്ങി തീരുവാനുള്ള ജീവിതം ദൈവത്തിന്റെ ചരിത്രത്തോട് ചേർന്ന് ചരിത്രം എഴുതുവാനുള്ള മഹാദൗത്യത്തിനായി നമ്മെ അഭിഷേകം ചെയ്യുന്നു. കൊലശ രാജാവിനെ അഭിഷേകം ചെയ്തെങ്കിൽ ജാതികളായ നമ്മളെ എത്രയധികമായി അഭിഷേകം. ഈ അഭിഷേകത്തിന് കീഴിൽ നിന്നുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക. ഇവിടെ ദാവീദിൽ നിന്ന് ഈ പ്രിയനായി കർത്താവിനോട് ചേർന്ന് എന്റെ പ്രിയൻ, കർത്താവിന്റെ പ്രിയൻ, ദൈവത്തിന്റെ പ്രിയൻ വാസ്തവത്തിൽ കർത്താവായ യേശുക്രിസ്തുവാണ് അല്ലേ? എന്താണ് പറഞ്ഞത്? ഇവൻ എന്റെ പ്രിയ പുത്രൻ. അതും അധികം ആരെ കുറിച്ച് പറഞ്ഞിട്ട് ഇവൻ എന്റെ പ്രിയൻ. നമുക്ക് ഗായൂസിനെ കുറിച്ച് യോഹന്നാൻ പ്രിയനെ അല്ലേ, ചിലരെ കുറിച്ച് പറഞ്ഞു പ്രിയനെ. ആ വാക്ക് അഗാപ്പേറ്റു, ഈ വാക്ക് മാറോട് ചേർക്കണം. ഈ യാടിയുടെ വാക്ക് മാറോട് ചേർക്കണം. അത് രണ്ടും ചേർക്കണമെങ്കിൽ നമ്മുടെ പേരിനോട് ചേർത്ത് എന്ത് ചേർക്കണം? ചേർക്കണം. അല്ലെങ്കിൽ എന്ത് ചേർക്കണം? യാഹി ചേർക്കണം. യേശു കർത്താവാന്ന് വായുകൊണ്ടേറ്റ് വരികയും ദൈവം അവനെ മരിച്ചെടുത്ത് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കും. യേശു നിന്റെ കർത്താവായിട്ട് പറഞ്ഞില്ല, കൂടുതലധികം ചെയ്യാനില്ല. പേരിനോട് ചേർത്ത് കർത്താവ് അല്ലെങ്കിൽ ഏലുവർ അല്ലെങ്കിൽ യാഹുവ നിന്റെ കുറിച്ചുള്ള നിർണയം ദൈവം സാധിക്കും. ഈ പ്രിയപ്പെട്ടവന്റെ ഇത്ര പ്രിയനാകാൻ എന്താണ് കാര്യം? ഞാൻ ഇന്നലെ പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ ചെയ്തു. ലളിതപാഠം. ഞാനിന്ന് ഒന്നാമത്തെ കാര്യം ഞാൻ പറയുകയില്ല. ഒന്നാമത്തെ ലളിതപാഠം എന്താണ് ഇന്നലെ എടുത്തത്? സിമ്പിൾ ലെസൺ എന്ന് ഞാൻ പറഞ്ഞു. എന്താണത്? ഒന്നാമത്തെ ലളിതപാഠം നിങ്ങൾ പറയാം. എന്താണ് കേട്ടത്? അല്ല, ഞാൻ അതിന്റെ മെയിൻ പോയിന്റ് ആയിട്ട് പറഞ്ഞത് വേറെ കാര്യം. അത് നടപ്പാക്കാനായിട്ട് പുള്ളിയുടെ കാര്യങ്ങൾ ചെയ്തു. 3 സ്റ്റെപ്പുകൾ. ദൈവ വചനത്തിൽ വിട്ടുവീഴ്ചയായിരിക്കുക. നെവർ കോംപ്രമൈസ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. എന്താണ്? നെവർ കോംപ്രമൈസ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവജനവുമായി ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യും. എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒരു വിഷയമില്ല. എന്ത് സംഭവിച്ചാലും ഒന്നുമില്ല. മരണമേ എന്ന് പറയാം, ആപത്തെ, പട്ടിണിയെ, നഗ്നതയെ എന്ന് പറയാം. പക്ഷെ അനേകർ ദൈവജനത്തെ വാണിഭം ആക്കുമെന്ന് പ്രവചനവും ഉണ്ട്. എന്നോടോ അങ്ങനെ 2 പത്രോസ് അറിയാൻ വ്യക്തം. അനേകർ കച്ചവടമായിട്ടാണ്. എന്നോട് ഒരാൾ പറഞ്ഞു, ഈ പുസ്തകം ജീവിക്കാൻ ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞു, അവസാനം പാടുപെടും. അവസാനം പാടുപെടും. ജീവിക്കാം. ആരെല്ലാം ജീവിക്കുന്നു? ദാവൂദ് ഇബ്രാഹിം ജീവിക്കുന്നു അല്ലേ? എത്രയോ പേരെ കൊന്നും കൊലവിളിച്ചും കട്ടും മുട്ടിലും അയാളും ജീവിക്കുന്നു. എത്രയോ കള്ളന്മാർ ജീവിക്കുന്നു. പലരും വീരൂരിലും കണ്ണൂരിലും മുജപ്പുരയിലും ഒക്കെയാണെങ്കിലും പക്ഷെ ജീവിക്കുന്നു. പക്ഷേ അങ്ങനത്തെ ജീവിതമല്ല ഒരു മനുഷ്യനെ ദാനിയേലിനെ പോലെ പോയി വിശ്രമിച്ചിട്ട് തിരിച്ചെഴുന്നേറ്റ് വരാനാണ് അവഗണിക്കാൻ. ഇത് പോകുന്ന വഴി അങ്ങ് പോവുക. എല്ലാം കൊണ്ടങ്ങ് പോകും. അവസാനം എന്ത് പറ്റും? നിലവിളിച്ച് നിരാശപ്പെട്ട് അയ്യം വിളിച്ച് അവസാനിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് തിരികെ വരാം. ദൈവവചനം മൂർച്ചയേറിയ വാളാണ്. ശത്രുവിനെ തലങ്ങും വെട്ടി മുന്നോട്ട് പോകുന്ന വാളാണ്. ഈ ദൈവജനത്തിന് കോംപ്രമൈസ് ചെയ്യരുത്. വെള്ളം ചേർത്ത രസമാണ് ചേർത്ത്. അറിഞ്ഞുകൊണ്ട് ചെയ്യരുത്. അറിയാതെ ആർക്കാ പറ്റാത്തത്? അത് ദൈവം അറിഞ്ഞുകൊണ്ട് ദൈവജനത്തിൽ മാത്രം. അതുകൊണ്ട് ഈ ദൈവജനം അവസാനിക്കുന്നത് പറയുന്നത് എന്താണ്? ഇതിൽ വെള്ളം ചേർക്കുന്നവർക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ പാടുള്ളത് ചുമ്മാറുന്നതല്ല. വെളിപ്പാടിന്റെ അവസാന അധ്യായത്തിന്റെ അവസാനം ഒന്ന് വായിച്ചു. എന്താണ് എഴുതിയിരിക്കുന്നത്? വായിക്കണ്ട. നിങ്ങൾക്ക് അവരും വായിച്ചവരാണല്ലോ. അതിനെ പറയാമല്ലോ. എന്താ എഴുതിയിരിക്കുന്നത്? വചനത്തിനോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ എന്ത് പറ്റുമോ എഴുതിയിരിക്കുന്നത്? ബാധകൾ. എന്താണ് ബാധ? എന്താണ് ബാധ? ചെറിയ ജലദോഷം വന്നാല് നിലനിൽക്കാൻ പറ്റില്ല. അപ്പൊ ബാധ നിലനിൽക്കുന്നു. വചനത്തോട് കൂട്ടുചേർക്കുന്നതിനുള്ളിൽ ബാധ പിടിച്ച് കഷായിക്കുന്നതും ബുദ്ധിമുട്ടുന്നതും ഒരു വചനത്തോട് വിട്ടുവീഴ്ച. നമ്മൾ നോക്കുമ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം. ഒരു കാര്യമാണ്, ദൈവവചനത്തോട് ഏതെങ്കിലും കോംപ്രമൈസ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ എന്താ ചെയ്യേണ്ടത്? അതിന്റെ 1-ാം അധ്യായത്തിൽ അതിന്റെ 8-ാം വാക്യത്തിൽ വരുമ്പോൾ നമ്മൾ ഒന്ന് വായിക്കാൻ ഉറക്കെ. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവന് കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. എന്തായിരുന്നു പ്രശ്നം? ഇവിടെ കാണുന്ന ഹൃദയത്തിൽ നിശ്ചയിച്ചു. എന്തായിരുന്നു പ്രശ്നം? രാജാവ് പേര് മാറ്റി. 4 പിള്ളേരുടെ പേര് മാറ്റി. പിള്ളേരെ നല്ല പോലെ വീട്ടിൽ പഠിപ്പിച്ചു വളർത്തിയ പിള്ളേരെ. അങ്ങനെ ആരെയും പേര് മാറ്റിയാലൊന്നും അങ്ങനെ അങ്ങോട്ട് മാറിയൊന്നും അവർ കാര്യം ചെയ്തു. തല പോകുന്ന ഉഗ്രശാസനം വന്നു. എന്താണ്? രാജഭോജനം കൊണ്ടും രാജപാനീയം കൊണ്ടും പോഷിപ്പിക്കണം. കാരണം എന്താണ്? ഈ കുട്ടികൾ വളരെ ബുദ്ധിമാന്മാരാണ്, നല്ല ഇന്റലക്ച്വൽ ആണ്. അതുകൊണ്ട് ഇവരെ എന്തിനു വേണം? ഈ ചക്രവർത്തിക്ക് അവർ രാജധാനിയിലെ വലിയ ഭരണകാര്യങ്ങളിൽ നൈപുണ്യമുള്ളവരാക്കി മാറ്റുവാൻ വേണ്ടി കലയെ അഭ്യസിപ്പിക്കണം.
കൽദയ പാരമ്പര്യത്തെ അവരെ ആക്കണം, കൽദയരെ അവരുടെ ദൈവത്തെ മറന്ന് കൽദയ വിഗ്രഹങ്ങൾ അവരെ ആശ്രയിക്കുമാറാക്കണം. ചുരുക്കി പറഞ്ഞാൽ ലോകത്തിന്റെ ആ ഒരു കുഞ്ഞുങ്ങളായിട്ട് ഇവരെ മാറണം. വിശ്വാസികളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് എന്തിനാ? കൽദയ വിദ്യ അഭ്യസിപ്പിക്കാൻ, ലോകത്തിന് വേണ്ടി സേവ ചെയ്യാൻ, ലോകത്തൊരു മാനവ മര്യാദ ഉണ്ടാക്കാൻ. ഞാൻ പലരോടും പറയും, ആത്മാർത്ഥമായിട്ട് ഹൃദയം പരിശോധിച്ചാൽ നമ്മൾ കുഞ്ഞുങ്ങളെ ദൈവ വഴിയിൽ അഭ്യസിപ്പിക്കുവാനായിട്ട് പലപ്പോഴും ശ്രദ്ധിക്കാം. പല കുട്ടികളും, ഞാൻ പലപ്പോഴും പറഞ്ഞില്ല, പല ദൈവ വഴിയിൽ അഭ്യസിക്കുന്ന കുഞ്ഞുങ്ങൾ പലപ്പോഴും പറയുന്നൊരു കാര്യം ഞാൻ കേട്ടു. ഞാൻ പലർക്കും വിദ്യാഭ്യാസം ചെയ്യണം, എന്നാൽ വിദ്യാഭ്യാസത്തിന്റെ ഒരു ഘട്ടത്തിൽ വെച്ച് എനിക്ക് പല കാര്യം, ഒരു പക്ഷേ ഒരു ബാച്ചിലർ ഡിഗ്രിക്ക് ശേഷം ദൈവജനം അഭ്യസിക്കുവാനുള്ള ഒരു സ്ഥാനത്ത് പഠിക്കണം. ഇപ്പോൾ ഈ ദൈവജനം കേൾക്കുന്ന പല കുഞ്ഞുങ്ങളും അപ്പൊ ഞാൻ പറഞ്ഞു, 10ലും 12ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേർ പറയും, ബാച്ചിലർ ഡിഗ്രി കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെയാണ് പോകുന്നത്? നല്ല സെമിനാരിയിൽ അല്ലേ, കച്ചറ സെമിനാരിയിലല്ല, നല്ല സെമിനാരിയിൽ പോയി ദൈവത്തെ ഭയപ്പെടുന്ന ദൈവദാസന്മാരാൽ നടത്തപ്പെടുന്നതും ദൈവജനമായിരിക്കുന്നവരെ പഠിപ്പിക്കുന്നതുമായിട്ടുള്ള സെമിനാരിയിൽ പോയി ദൈവജനം പഠിക്കണം. അതിനുശേഷം ഒരു വിദ്യാഭ്യാസം ചെയ്യണം, ജോലി ചെയ്യണം. എന്തിനാണ് ഈ വിദ്യാഭ്യാസം ചെയ്യുന്നത്? എന്തിനാണ് ഈ ദൈവജനം പഠിക്കുന്നത്? എന്റെ കൂടുതൽ സെമിനാരിയിൽ 70 വയസ്സുള്ള അപ്പനുണ്ടായിരുന്നു എന്റെ ബാച്ചിൽ. വലിയ മാർക്കിനൊന്നും കുറവ്. എന്ന് പറയും 50 വയസ്സ് കഴിഞ്ഞാൽ ഒന്നുണ്ടല്ലേ കയറിയാണ്. ഇവിടെ നമ്മൾ കാണുന്ന ചിത്രം ദാനിയേൽ ദൈവത്തിൽ ആശ്രയിച്ച് ഹൃദയത്തിൽ നിശ്ചയിച്ചു നമ്മൾ പറയാം. പിന്നീട് നോക്കുന്നത് പച്ചവെള്ളവും 1-2 പച്ചക്കറിയും തിന്ന് ജീവിച്ചിട്ടും ഇറച്ചിയും മട്ടനും അല്ലെ ഗ്രില്ല് ചിക്കനും ഒക്കെ കഴിച്ച് നടന്നവന്മാരെ കഴിഞ്ഞും ഓർമ്മത്വവും ആരോഗ്യവും ബലവും ചൈതന്യവും ബുദ്ധിയും സാമർഥ്യവും ഒക്കെ ആർക്കുണ്ടായിരുന്നു? ദാനിയേൽ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ വചനം എന്നെ എന്റെ സകല ഗുരുക്കന്മാരിലും ജ്ഞാനിയാക്കുന്നത് വായിച്ചിട്ടുണ്ടോ? ദൈവത്തിന്റെ വചനം നമ്മളെ സകലത്തിലും ബുദ്ധിമാന്മാരാക്കും. ദൈവത്തിന്റെ വചനം എന്താണ്? ജ്ഞാനത്തിന്റെ ആരംഭമാണ്. യഥാർത്ഥ ജ്ഞാനി ദൈവത്തിന് അറിയാവുന്നതാണ്. അവൻ കണികൾ ഒഴിഞ്ഞു പോകുന്നതാണ്. പക്ഷെ ഇവിടുത്തെ ഈ ഡ്യൂപ്ലിക്കേറ്റ് ജ്ഞാനികളൊക്കെ എന്ത് പറ്റും? വലയിൽ നിന്ന് രക്ഷപ്പെടുന്നവൻ കുഴിയിൽ വീഴും. അല്ല, ഇന്ന് മാസം ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യൻ, ഒരു വലിയ ദേവദാസൻ സെൻട്രൽ ജയിലിൽ കിടന്നു. കാരണം എന്താ? ആരാണെന്ന് എനിക്കറിയില്ല. എന്താണ് കാര്യം? ഞാൻ പറയുന്നു, ആരും വിമർശിക്കാൻ അനുവാദമില്ല. ആ പ്രിയപ്പെട്ട ദേവദാസനെ പറ്റി അബദ്ധം എന്താണ്? ദൈവവചനത്തെക്കാൾ അധികമായി മറ്റുള്ളതിനെ സ്നേഹിച്ചു. ലോകത്തെയും ലോകത്തുള്ളതെയും സ്നേഹിക്കരുത്. ഞാൻ ധൈര്യമായിട്ട് പറയുകയാണ്, ലോകത്തെയും ലോകത്തുള്ളതിനെയും സ്നേഹിക്കരുത്. കാരണം ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവേഷം ചെയ്യുന്നവൻ എന്നേക്കും ഇരിക്കും. ദാനിയേൽ ദൈവേഷം ചെയ്തു. ദാനിയേൽ എന്നേക്കും ഇരിക്കുവാനായിട്ട് കീർത്തനക്കാരായിട്ട് പോവുകയാണ്. ദൈവേഷം ചെയ്തതിലേക്ക് ഈ ദൈവവചനത്തോട് കോംപ്രമൈസ് ചെയ്യാതിരിക്കാൻ താൻ 3 പടികൾ മുന്നോട്ട് പോയത് കണ്ടു. ഒന്നാമത്തെ പടിയാണ് 8ാം വാക്യം. രാജഭോജനം കഴിക്കുകയോ രാജാവിന്റെ രാജാവ് കൽപ്പിച്ചിരിക്കുന്ന വീഞ്ഞ്, രാജാവ് കുടിക്കുന്ന വീഞ്ഞിൽ നിന്ന് ഞാൻ കുടിക്കുകയും ഇല്ല. കാരണം വീഞ്ഞ് കുടിച്ച് അശുദ്ധനാക്കരുതെന്നും അറുത്ത് ചോര വാർന്നു പോകാത്ത ശുദ്ധിയുള്ള മൃഗത്തെ അറുത്ത് ചോര വാർന്നതിന് ശേഷം മാത്രമേ മാംസം കഴിക്കാവൂ എന്ന് വീട്ടിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ പോയാലും കൊള്ളാം, ഇംഗ്ലണ്ടിലല്ല, ന്യൂയോർക്കിലല്ല, എവിടെ അയർലൻഡിലല്ല, ലോകത്ത് എവിടെ പോയാലും നമ്മുടെ പിള്ളേര് ചെയ്യൂ. എന്റെ ചോദ്യം, ഞാൻ ദാനിയേലിന്റെ കഥ കൂടുതൽ പറയാനിരിക്കുന്നു തോന്നുന്നു, കാര്യം പറയാനാ തോന്നുന്നു. നമ്മുടെ പിള്ളേര് പോയി പിടിച്ചോണ്ടെന്നല്ല വന്ന പ്ലേറ്റ് കയറിയാ, മറ്റേത് പിടിച്ചോണ്ട് പോയി കൈ കെട്ടിയാ. പക്ഷെ അവിടെ നമ്മളില്ലാത്തപ്പോ എന്ത് ചെയ്യും നമ്മുടെ പിള്ളേര്? അതാണ് നമ്മുടെ പിള്ളേര്, അതാണ് ഇത് പറയാൻ ഞാൻ ഭയന്നാണ് പറയുന്നത്. പക്ഷെ ദൈവം നിർത്തിയിരിക്കുന്നതുകൊണ്ടാണ് ഇത് പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തായി? ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയാണ് ദൈവത്തിന്റെ വചനം. നമ്മുടെ കുഞ്ഞുങ്ങൾ രഹസ്യമല്ലേ? ആ പപ്പായുമായിട്ട് 12,500 15,000 കിലോമീറ്റർ അല്ലെ 17,000 കിലോമീറ്റർ അകലെ ന്യൂയോർക്കിൽ ഒക്കെ പോയിരിക്കുന്ന സമയത്ത് ഒരു ചെറിയ സ്മോൾ അടിച്ചാൽ എന്താണ് ആര് കാണാൻ? പക്ഷെ ദാനിയേലിന് അറിയാമായിരുന്നു, ഈ ദൈവത്തിന്റെ കണ്ണ് അഗ്നിജാലയ്ക്ക് തൊട്ടതാണ്. അതിന് 8,000 മൈലോ 10,000 മൈലോ 11,000 മൈലോ ഒരുപോലെയാണ്. നിമിഷാർദ്ധത്തിൽ പ്രപഞ്ചത്തിന്റെ സീമകളെ കടന്നു ചെന്ന് മനുഷ്യന്റെ ഹൃദയത്തെ എക്സ്റേ പോലെ തുളച്ചു ചെന്ന് ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിച്ച് അത് മോണിറ്ററിൽ വരും.
തിരുമേനിയുടെ മോണിറ്ററിന് മുന്നിൽ നമ്മുടെ ചിന്തകൾ എപ്പോഴും കടന്നു നോക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാനസാന്തരപ്പെടണം, ദിവസേന വചനം കേട്ട് മാനസാന്തരപ്പെടണം. ദുശ്ചിന്തകൾ സ്കാൻ ചെയ്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് തിരുമേനിയുടെ മുന്നിലെ മോണിറ്റർ. ഇത് ദാനിയേലിന് അറിയാം. അതുകൊണ്ട് ദാനിയേല് പറഞ്ഞു, ദാനിയേല് ഭയന്നാണ് പറഞ്ഞത്, ധൈര്യത്തോടാണ് പറഞ്ഞത്. എന്താ ദാനിയേല്, ഞാനിത് രണ്ടും ഉടനെ വിചാരണക്കാരൻ പറഞ്ഞു, ഇല്ല ഇത് ചെയ്തില്ലെങ്കിൽ രാജകോപം ഉണ്ടാവും, എന്റെ തല. ഉടനെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ശരി തനിക്കറിയാം തന്റെ കൽപ്പന കാത്ത് രക്ഷിക്കുന്നവരെ കർത്താവ് എന്ത് ചെയ്യും, നിങ്ങൾ പറഞ്ഞു ഒടുക്കം വരെ. വീട്ടിലുള്ള സങ്കീർത്തനം, ഇതുപോലെ ഗുണകരമായ സങ്കീർത്തനമുണ്ട്, ഒരു കുടുംബത്തെ കുറിച്ചുള്ള സങ്കീർത്തനം. അതിനകത്ത് സഭയും വരുന്നു. എന്താ ആ സങ്കീർത്തനം പറയുന്നത്? യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും പ്രിയപ്പെടുന്ന മനുഷ്യൻ. കൽപ്പനയെ പ്രിയപ്പെടുന്നതും ഏറ്റവും പ്രിയപ്പെടുന്ന വ്യത്യാസം. ഞാൻ പറഞ്ഞ കൃപ ലഭിക്കുന്നതും അധികം കൃപ ലഭിക്കുന്നതിൽ ദൈവജനാത്മാവ് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ചുമ്മാ ഒന്ന് ഷൈൻ ചെയ്ത് വെക്കാൻ വേണ്ടിയാണ്. ദിനത്തിനുവേണ്ടി ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. വാക്കുകൾ ആശയങ്ങളെ ശക്തമാക്കി, ഷാർപ്പാക്കി, നമ്മുടെ ആക്സ്, നമ്മുടെ കോടാലി മോശപ്പെടുത്താനുള്ള പരിപാടിയാണ്. ഏറ്റവും പ്രിയപ്പെട്ട അവന്റെ കൽപ്പനകളിൽ, ഏറ്റവും പ്രിയപ്പെട്ട അവന്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പിന്നെന്താ പറയുന്നത്? അവന്റെ കൈകളുടെ അധ്വാനഫലം. പിന്നെ പറയുന്നത് എന്താണ്? നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. പിന്നെന്താണ് പറയുന്നത്? നിന്റെ ഭാര്യ കുടുംബജീവിതത്തിലേക്ക് വരിക. ഭാര്യ മുറിക്കകത്ത് ഫലപ്രദമായ മുദ്രവിളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും. അല്ലാതെ ബാറിലെ മേശയ്ക്ക് ചുറ്റും. ദൈവത്തിന്റെ വചനത്തെ കേട്ടിട്ട് കാറ്റിൽ പറത്തി രണ്ട് ഹല്ലേലൂയ സ്തോത്രവും പറഞ്ഞ് ജീവിക്കുന്നവരുടെ കുഞ്ഞുങ്ങൾ എവിടെ ഇരിക്കും? ബാറിലെ മേശയ്ക്ക് ചുറ്റും. ഒലിവതയായിരിക്കും, പിന്നല്ലാതെയായിരിക്കും ചൊറുതോണം പോലെ തൊട്ടാ ചൊറിഞ്ഞ് തടിക്കുന്ന ഇതായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, വാക്തത്വം മറന്നാൽ എന്ത് പറ്റും? തല മറന്ന് എണ്ണ തേച്ചാൽ പ്രൂവ് വലിയ പ്രശ്നമാണ്. ആദ്യം പറഞ്ഞേക്കുന്നത് ദൈവത്തിന്റെ വചനത്തെ സംബന്ധിച്ചാണ്. അതിനെ പ്രിയപ്പെടുന്നവരും അവന്റെ തലമുറയും ഇങ്ങനെ വിളിക്കും. അവൻ കല്യാണം കഴിച്ചാൽ ഭാര്യ വീട്ടിലിരിക്കും. അല്ലെങ്കിലോ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നത് കുഞ്ഞുങ്ങളോട് ഇരിക്കും. എനിക്കറിയാം, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ദേവദാസനുണ്ട്, ഒരു ഡോക്ടർ ജോയിന്റെ വീട്. വളരെ സൗമ്യനായ താഴ്മയുണ്ട് ദേവദാസൻ. വളരെ കാലമായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കുന്നത്. ഈ ലോകത്തൊന്നിനെ കുറിച്ചും യാതൊരു ആഗ്രഹങ്ങളില്ല. കർത്താവാണല്ലോ എന്നെ വാങ്ങിച്ചത്. ഞാനിങ്ങനെ ജീവിക്കുകയാണ്. ഞാനിപ്പൊ പോയിട്ടു താമസിക്കുന്നത് ദൈവജനമായിരിക്കുന്നവർ പഠിപ്പിക്കാൻ തന്നെ. ഞാൻ അവിടെ താനെല്ലാം കഴിഞ്ഞിരിക്കും. വളരെ പങ്ക്ച്വലാണ്. രാത്രി 9 മണി കഴിഞ്ഞ് 10 മണി വരെ അദ്ദേഹം പ്രവർത്തിക്കും. ഇച്ചിരി ആരോഗ്യക്കുറവുണ്ട്. അദ്ദേഹം ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസറായിരുന്നു. ജോലിയെ പറഞ്ഞ് കർത്താവിനെ സേവിക്കുകയാണ്. അദ്ദേഹം രാത്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്ന കാര്യം കൃത്യം 10 മണിയായി കഴിഞ്ഞാൽ ആരെല്ലാം ഉണ്ടെങ്കിലും ഉള്ള എന്തെല്ലാം പ്രോഗ്രാം ഉണ്ടല്ലോ അതെല്ലാം അവിടെ കത്തി. മനസ്സിലായോ? അത് കത്തി. ആവശ്യക്കാർ അധികം പേർ ഇവിടെ കർത്താവിന്റെ സ്വഭാവം പോലെയാണ്. ഒത്തിരി പേര് ആവശ്യക്കാർ രോഗസൗഖ്യം പ്രാപിക്കാനും വചനം കേൾക്കാനും പിന്നെ നിൽക്കുക. പക്ഷേ കർത്താവ് എന്ത് ചെയ്യും? നേരെ ഒരു മുങ്ങിച്ചയാണ് ഇങ്ങോട്ട് നിർജ്ജന പ്രദേശത്തേക്ക് വാങ്ങിപ്പോയി പിതാവിനോട് സംസാരിക്കും. ഫോൺ, മൊബൈൽ ഇല്ലേ? കർത്താവ് വിളിക്കും. മൊബൈലിൽ ആരെ വിളിക്കും? ഒരു വരയിൽ നിന്ന് വിളിക്കും. അന്നത്തെ മൊബൈലിൽ വിളിക്കുന്നത്. ഇന്ന് ഈ സാറെന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി 10 മണി കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്നത് പ്രിയ ഭാര്യയുമായ എല്ലാ കാര്യങ്ങളും സംസാരിക്കും. രണ്ടുപേരുടെ ഫോണിൽ പ്രാർത്ഥിക്കും. എന്നിട്ട് കുഞ്ഞുങ്ങളുടെ ഓരോരുത്തരുടെ വിശേഷം ചോദിക്കും. കല്യാണം കഴിച്ച ഒരു മകനുണ്ട്, മകന്റെ ഭാര്യയുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. ഓരോരുത്തരോട് അപ്പത്തിൽ സംസാരിക്കും. എല്ലാവരും വിളിച്ച് പറയും. അപ്പത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാവരും ഒരു കുടുംബ പ്രാർത്ഥന. കുവൈറ്റിലാണേലും കൂടാ, അമേരിക്കയിലാണേലും കൂടാ, ഒരു കുടുംബ പ്രാർത്ഥന. ചെറിയ ഷോർട്ട് പ്രയർ. എല്ലാം അതിന്റെ ഒരു മാറ്റം 128 സംഗീതം. 128 സംഗീതം. ആ സംഗീതത്തിൽ ആ മനുഷ്യൻ ജീവിക്കണമെന്നുള്ള എനിക്ക് കാരണമാണ്. ഇങ്ങനെയുള്ള ദൈവദാസന്മാർ ലോകത്തുണ്ടല്ലോ എന്നുള്ളതാണ് നമുക്ക് സ്വീകരിക്കുവാനും കർത്താവിനെ സേവിക്കാനുള്ള ഒരു ധൈര്യം. ഇതിന്റെ പേരാണ് കൂട്ടായ്മ. ഇതാണ് കൂട്ടായ്മ. ഒരിക്കൽ പോലും ഒരു ഭംഗം വരിക. പിന്നീട് പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥിക്കും. സ്പെഷ്യലായിട്ട് ഭാര്യയ്ക്ക് കുഞ്ഞുങ്ങൾക്കും സമയം. ഈ മനോഹരമായ കുടുംബ സംവിധാനം
ദൈവം വിളിച്ച ഈ വീട്ടിൽ നിന്ന് പോകുന്ന പിള്ളേർ എവിടെയും പോകും. ഈ കുഞ്ഞുങ്ങൾ പോകുമ്പോൾ എനിക്കറിയാം. ഇന്ന് ഒരു കുഞ്ഞിനെ ഞാൻ വിളിച്ചു. അവൻ മെഡിസിൻ പഠിക്കുകയാണ്. എന്നെ വൈകിട്ട് വിളിച്ചിട്ട് അറിഞ്ഞിട്ട് കുറേ സമയം സംസാരിച്ചപ്പോൾ അവന്റെ സംസാരം കേൾക്കണം. അവൻ 1-ാം വർഷ വിദ്യാർത്ഥിയാണ്. അവൻ പറയുന്നുണ്ട്, ചേട്ടന്മാരെ എന്നെ ഞങ്ങള് ചെറിയ വരച്ച വരയ്ക്ക് നിർത്തുന്ന റായിയൊന്നും അല്ല കേട്ടോ. അവന്റെ സംഭാഷണത്തിൽ എളിമയും താഴ്മയും അവൻ കൃത്യതയോടെ അവന്റെ പിതാവിനെ വിളിക്കും, അവന്റെ മാതാവിനെ വിളിക്കും. അവൻ ഓരോ സ്ഥലത്തും പോകുമ്പോൾ എന്ത് ചെയ്യും? ഞാനിപ്പോൾ ഇവിടെയാണ് എന്ന് അവന്റെ മമ്മ അവനെ വിളിക്കുമ്പോൾ മമ്മയോട് പറയും, മമ്മയെ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ കൂട്ടുകാരന്റെ വീട്ടിൽ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, നല്ല കൂട്ടുകാരനാണ്, ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കും. പോകാൻ അനുവാദം കൊടുത്താൽ എന്ത് ചെയ്യും? ഇവൻ പോകും. മോനെ പോകണ്ട കേട്ടോ, പരീക്ഷ അല്ലെന്ന് പറഞ്ഞാൽ ശരി വന്നു. ഇതാണ് ദൈവം നൽകുന്ന അനുഗ്രഹം. ഇതാണ് ദൈവം നൽകുന്ന അനുഗ്രഹം. ദൈവത്തിന്റെ വചനത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട, വചനത്തെ സ്നേഹിച്ച് യഹോവയുടെ വഴിയിൽ നടക്കുന്ന മനുഷ്യൻ വഴിയിൽ വെച്ച് ആർക്കും അവരെ നശിപ്പിച്ച് കളയുവാൻ സാധ്യമല്ല. ഇസ്രായേൽ വഴിയിൽ വെച്ച് അമലോക്കിനാൽ ആക്രമിക്കപ്പെടുമ്പോൾ അവരുടെ ദൈവം അവരെ കുറിച്ചിട്ടു. ആർക്കിട്ട് കുറിച്ചിട്ടു? അമലോക്കിന്റെ ഓർമ്മ വരെ എന്ത് ചെയ്യും? ഞാൻ ലോകത്തുനിന്ന് ചേർച്ച, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. ഈ പ്രിയപ്പെട്ട പൈതൽ എന്ത് ചെയ്തു? വീട്ടിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ ഹൃദയത്തിൽ തീരുമാനിച്ചു, ഞാൻ ചെയ്യുക. പിന്നീട് കാണുന്നത് എന്താണ്? ആ തീരുമാനം മാറ്റിമറിക്കാൻ തക്കോളം ദൈവം അവരോട് കൂടെ ഇരുന്ന് എന്ത് ചെയ്തു? 2 കാര്യം ചെയ്തു. ഒന്നാമത്തെ കാര്യം എന്താണ് ചെയ്യുന്നത്? ഈ കാര്യം കർശനമാക്കി വെച്ച ഇദ്ദേഹത്തിന്റെ അധിപതിയായ മനുഷ്യൻ അവരോട് ദയ തോന്നുമാറ് ആക്കി. മാത്രമല്ല, ഈ ആഹാരം കഴിക്കാതിരുന്നിട്ടും അത് ദേഹത്തിൽ കാണാതെ ദേഹം നല്ല പുഷ്ടിയോടും നല്ല സൗന്ദര്യത്തോടും ബുദ്ധിശക്തിയോടും കൂടെ താൻ ഇരുന്നു. അതുകൊണ്ട് ദൈവം അവനെ രാജാവിനൊന്നും മനസ്സിലായി. രാജാവ് നല്ല കുടിയെന്നപ്പം മറ്റേ പിള്ളേരെക്കാളും അഴകും ബുദ്ധിയും സാമർത്ഥ്യമുള്ളവരായിട്ട് കാണപ്പെട്ടു. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ കൽപ്പനയിൽ പ്രിയപ്പെട്ട് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മക്കളാക്കി അവരെ വളർത്തിയാൽ, ബാലം നടക്കേണ്ടുന്ന വഴിയിൽ അവരെ അഭ്യസിച്ചാൽ എന്ത് പറ്റും? അവർക്ക് സൗന്ദര്യത്തിന് കുറവ് വരികയില്ല, മാനത്തിന് കുറവ് വരികയില്ല, ലോകത്തെ സ്വീകാര്യതയ്ക്ക് കുറവ് വരികയില്ല. ഏത് ഉന്നത സ്ഥാനത്തും അവൻ ശോഭിക്കുന്നതിനെ. കാരണം സകല ബുദ്ധിയോടും ജ്ഞാനത്തോടു കൂടി അവനോട് ആയിരിക്കുന്നു. അവന്റെ ദൈവം അവനോടുകൂടി. പ്രിയപ്പെട്ടവരെ, 3 കാര്യങ്ങളോട് നമ്മൾ കണ്ടു. 1-ന്റെ 8-ാം വാക്യത്തിൽ ഹൃദയത്തിൽ അവൻ നിശ്ചയിച്ചു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇന്നലെ പറഞ്ഞു. ആ നിശ്ചയമാണ് വാസ്തവത്തിൽ ദൈവം പ്രവർത്തിക്കാനുള്ള ആദ്യത്തെ ചുവട്. ഞാൻ അങ്ങനെ ചെയ്യല എന്ന് എത്ര പേർ പറയും? അല്ലാത്ത കാര്യം ചെയ്താൽ ലാഭം കിട്ടുമെന്ന് തോന്നിയാൽ എത്ര കോടികളുടെ ലാഭവുമായിക്കോട്ടെ, ഞാനത് ചെയ്യലാന്ന് എത്ര പേര് പറയും? നിങ്ങൾ ചെയ്യലാന്ന് പറഞ്ഞാൽ 1-2 ദിവസം ബുദ്ധിമുട്ട് വരും, 1 മാസം ബുദ്ധിമുട്ട് വരും, ഏറിയാൽ 1 വർഷം ബുദ്ധിമുട്ട്. ദൈവവാക്യം കടക്കാരനായിട്ട് ഇരിക്കുക. എന്നെ മാനിക്കുന്നവരെ ദൈവവാക്യം തീരുമാനം എടുത്ത ദൈവത്തിന്റെ പ്രകാരം ജീവിക്കാൻ ദൈവം ഏത് വഴിയിലും ഏത് കാര്യത്തിലും ദൈവത്തിന്റെ വചനം വിട്ടിടത്തോ വലത്തോ ഞാൻ മാറുകയില്ല തീരുമാനമെടുത്തു. അനുഗ്രഹം തലമുറയുടെ കുടുംബജീവിതം അവസാനം കണ്ണടയുന്നത് വരെ സന്തോഷമാണ്. ഭാര്യാഭർത്താക്കന്മാർ ചേർന്നിരിക്കും, സന്തോഷത്തോടെ അവർ ജീവിക്കും, അവരുടെ മക്കളെ അതിലേക്ക് വിടും. എന്റെ മക്കളുടെ മക്കളെയും അങ്ങനെ ഉണ്ടാകും, മക്കളുടെ മക്കളെയും നീ കാണും. മാത്രമല്ല, യെരൂശലേമിന്റെ നന്മയിൽ നീ കാണും. നീ എന്നിരിക്കുന്ന സഭ അനുഗ്രഹിക്കപ്പെടുന്നു, ദൈവജനം അനുഗ്രഹിക്കപ്പെടും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നവഭാഷ പറയുന്നത് അനുഗ്രഹം നല്ലൊരു വാക്കാണ്. നീ ഒരു അനുഗ്രഹം ചെല്ലുന്ന സ്ഥലത്തൊക്കെ നീ ഒരു അനുഗ്രഹം. എവിടെ ചെന്നാലും ഒരു കടയിൽ ചെന്ന് ക്യൂ നിൽക്കുമ്പോഴും അവിടെ ചെന്ന് വാച്ച് നോക്കി അവനെ ശല്യപ്പെടുത്തി നമുക്ക് മുന്നേ പോയവരുടെ കൂടെ പിടിച്ചു കയറി അർജന്റ് കള്ളമൊക്കെ പറഞ്ഞ് ചെയ്യില്ല. അതൊരു ശാപം. അതെ, ദൈവത്തിന്റെ വചനത്തിൽ രാപ്പകൽ ധ്യാനിച്ച് ഹൃദയം സെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യന് ഇങ്ങനെ കിഴിക്കേണ്ട ആവില്ല. അവന് സഹിഷ്ണുത ഉണ്ടായിരുന്നു. അവനോട് ഒരുപാട് ആ കടക്കാരൻ പറയും, ആ മനുഷ്യൻ ഞാൻ എത്ര സ്ഥലത്ത് കേട്ടു, ഇവരൊക്കെ വിശ്വാസിയാണ്, ഇവരൊക്കെ പാസ്റ്ററാണ്. ഞാൻ കേട്ടു എത്ര സ്ഥലത്തായിരിക്കും, ഇവരൊക്കെ പാസ്റ്ററാണ്. നാട്ടുകാർ ചോദിച്ചു, ഓ ദൈവത്തിന്റെ വചനമില്ല. ഇതാണ് ഈ പ്രിയപ്പെട്ടവർ ഈ വചനത്താൽ അനുഗ്രഹിക്കും. ഈ വചനം മാത്രമല്ല, ഇതിൽ ശ്രദ്ധേയമായ ചുരുങ്ങി മുന്നോട്ട് കാണുന്ന 1-ാം അധ്യായത്തിന് ശേഷം ഇതിന് മുന്നോട്ട് കാണുന്നതാണ് വളരെ വളരെ നീണ്ട ഒരു പാഠം. പലപ്പോഴും നാം പരാജയപ്പെടുന്ന ഒരു പാഠം. 2-ാമത്തെ പാഠത്തിലേക്ക് നാം വായിക്കെടുക്കാം. എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകൾക്ക് എല്ലാ ദിവസവും വളരെ ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ?
ശ്രദ്ധിക്കേണ്ട, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകൾക്ക് എല്ലാ ദിവസവും അത്ര ഈസി ഒന്നും ആയിരിക്കത്തില്ല. ഓരോ ചുവട് മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും ശ്രദ്ധിക്കും. ഞാൻ ചോദിക്കുന്നത്, അമലോക്കിന്റെ യുദ്ധം ഉണ്ടായില്ല? എത്രയോ നമുക്കറിയാം. ദൈവത്തോട് കൂടെ വന്നതിന് ശേഷം ഒരു യുദ്ധത്തിൽ വലിയ പരാജയം, വലിയ വിജയം അവർക്കുണ്ടായി. ഒരു വലിയ ലോകോത്തര ഒരു മതിൽ ഗ്രൗണ്ട് സീറോവായി, ഫ്ലാറ്റ് നിരത്തതാണ് പോയി. അതിനുശേഷം 1000 യുദ്ധത്തിൽ പോയി. അവിടെ എന്ത് പറ്റി? ഞങ്ങൾ അവിശുദ്ധത കാണിച്ചതുകൊണ്ട് ഞങ്ങൾ കൂടെ ഒരുത്തൻ, പള്ളിയിൽ ഒരുത്തൻ കാണിക്കുന്ന അശേഷം അസാരം പുളിമാവ് മുഴുവൻ മിണ്ടത്തെയും വിളിപ്പിച്ച് അടികിട്ടി തിരിഞ്ഞോടി 1000 ചേർത്തു. അല്ലേ? ഇതാ സഭയിൽ ഒരുത്തം ദോഷമായിട്ട് നടന്നാൽ മതി, മുഴുവൻ മിണ്ടത്തെ അത്. നമ്മുടെ മുന്നോട്ട് കാണുന്ന ഇത്തരം വഴിയിൽ വീണ്ടും യുദ്ധം. അതുകൊണ്ടാണ് പറഞ്ഞത്, വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കാൻ പുത്രനെ ചുംബിപ്പീൻ എന്നുള്ള തുടർവർത്തമാന കാലം. നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ അത് തുടർമാനമായിട്ട് ചെയ്യണം. എപ്പോഴും പ്രതിസന്ധി ഉണ്ടല്ലേ, എപ്പോഴും ശത്രുക്കൾ നമുക്കെതിരെ ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയാണ്. അതിന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരായുധം ഉണ്ടായിരുന്നു, അവനെ പഠിപ്പിച്ചു തരികയാണ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറയാം, വളരെ സിമ്പിളായ ഒരു ചൂടാണ്. രണ്ടാമത്തേത്, ഈ പ്രതികൂലങ്ങളെ പ്രാർത്ഥനയിൽ കയറുന്നത്, അത് മാത്രം. ഇനി നിങ്ങളെ കൂടെ നോക്കൂ, ഞാൻ ദാനിയേൽ പ്രവചനം ഇത് പറഞ്ഞാണ് എനിക്ക് അവസാനിപ്പിക്കാറുള്ളത്. എന്താ സംഭവിക്കുന്നത്? താൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ നിരന്തരം ഏത് പ്രതികൂലങ്ങൾ വരുമ്പോഴും താൻ എന്ത് ചെയ്യും? ദൈവത്തിന് അനുസരിക്കുന്നതിന്റെ പേരിൽ തന്നെ നമുക്കെന്തുണ്ടാവും? നിങ്ങൾക്കറിയാമോ? ദൈവം അനുസരിക്കുന്നതിന്റെ പേരിൽ ആദ്യം ഉണ്ടാകുന്നത് എന്താണ്? ഒരു കാര്യത്തിൽ വചനം അനുസരിക്കാൻ ശ്രമിച്ചാൽ എന്ത് ചെയ്യും? പത്രം നമ്മളെ വലിയ തടസ്സങ്ങളുണ്ടാവും. എല്ലാ കാര്യങ്ങളും അവതാളത്തിനായി തലകീഴായി മറിഞ്ഞു നമുക്ക് തോന്നും. പക്ഷെ ആ സാഹചര്യത്തെ എങ്ങനെ നേരിടണം? ദൈവത്തിന് അനുസരിക്കുന്നതിന്റെ പേരിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ പ്രാർത്ഥനയിൽ നേരിടുക എന്നുള്ളതാണ്. നമുക്ക് ഞാൻ ഇവിടെ പ്രാർത്ഥനയെ സംബന്ധിച്ച് ഞാൻ ഏതാണ്ട് 6 കാര്യങ്ങൾ പ്രാർത്ഥനയിലുണ്ട്. 6 നിലയിലാണ്. ആ പ്രാർത്ഥനയ്ക്കകത്ത് 6 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. എന്നോർക്കും ഈ മുന്നേറ്റത്തിനുള്ള പ്രാർത്ഥനയ്ക്ക് 6 ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വ്യത്യസ്ത നിലയിലാണ് നാം പ്രാർത്ഥിക്കുന്നത്. നമുക്ക് നോക്കാം, ആ വാക്യങ്ങളിലേക്ക് കടന്നു പോകാം. ഒന്നാമത്തെ പ്രാർത്ഥനയ്ക്ക് നിദാനമായ സംഭവം ഈ നമ്മളിവിടെ കാണുന്ന 2-ാം അധ്യായത്തിൽ രാജാവ് സ്വപ്നം കണ്ടു. ഞാൻ ഈ വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകണം. രാജാവ് സ്വപ്നം കണ്ടു. ആ സ്വപ്നം മറന്നു. പുള്ളി വളരെ കാലം മുമ്പ് കണ്ട സ്വപ്നമായിരിക്കും. ആ സ്വപ്നത്തെ കുറിച്ച് പിന്നെ ഈ വിദ്വാൻമാരായ കുട്ടികളെ, ഈ ശകനം അറിയാവുന്ന, ഫോർട്ടലിംഗ് അറിയാവുന്ന ഈ കുഞ്ഞുങ്ങളെ, ജ്ഞാനികളായ ആളുകൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തെ തലയിൽ ഈ പണ്ട് കണ്ട ചില നാളുകൾക്ക് മുമ്പ് കണ്ട ആ സ്വപ്നത്തെ കുറിച്ചുള്ള ചിന്ത ഇങ്ങനെ ഇളകി പറയാനുള്ളത്. പഞ്ചിച്ചക്കളായി അർത്ഥം അറിയണം. ഈ അർത്ഥം അറിയുവാൻ വേണ്ടി താൻ എന്ത് ചെയ്തു? താൻ ഈ കുഞ്ഞുങ്ങളെ വിളിച്ചു വരുത്തുകയാണ്. അതിന് മുമ്പായിട്ട് താൻ തന്റെ ആഭിചാരകന്മാരും തന്റെ ശകുനക്കാരും മന്ത്രവാദികളും എല്ലാവരും നോക്കിയിട്ട് സ്വപ്നം എന്താന്ന് പറയാനോ സ്വപ്നത്തിന്റെ പൊരുൾ പറയാനോ കഴിയാതെ വന്നപ്പോ എല്ലാവരെയും കൊല്ലുവാനായിട്ട് ആരും തീരുമാനിച്ചു. രാജാവ് തീരുമാനിച്ചു. ഉഗ്രശാസ്ത്രമാണ്. കൊല്ലാനും ചോദിക്കാൻ ആരുമില്ലാത്ത കാലമാണ്. രാജാവ് ഒരാളെ കൊല്ലാനോ അവിടെ വീട് ഇടിച്ചു നിർത്താനോ തീരുമാനിച്ചാൽ അതിന് അപ്പീലില്ല, കോടതിയില്ല, നിയമമില്ല എന്ന് പറഞ്ഞു. ആ സാഹചര്യമാണ്. പക്ഷേ എന്താ ചെയ്തത് ഇവർ? നിങ്ങൾ നോക്കി 2-ാം അധ്യായത്തിലെ കാര്യങ്ങൾ നമുക്ക് വായിക്കാനായിട്ട് പറ്റിയില്ലാത്തതുകൊണ്ട് ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെയും കൊല്ലുമെന്ന് വന്നു. 13-ാം വാക്യം 2:13 നോക്കിയേ. വിദ്വാൻമാരെ കൊല്ലുവാനുള്ള തീർപ്പ് പുറപ്പെട്ടു. അവർ ദാനിയേലിനെയും കൂട്ടുകാരെയും കൂടെ കൊല്ലുവാൻ അന്വേഷിച്ചു. നോക്കിയേ. എന്നാൽ നോക്കിയേ, ഈ മനുഷ്യൻ എങ്ങനെയാണ് നേടിയെന്ന് നോക്ക്. ദൈവജനത്തിൽ വളരെ പ്രാഗൽഭ്യമുള്ളായിരുന്നത് കൊണ്ട് താൻ ബുദ്ധിമാനായിരുന്നു. ആരാണ് ബുദ്ധിമാൻ? എങ്ങനെയുള്ള ആളുകളാണ് ബുദ്ധിമാൻ? ബുദ്ധിനിയമം പറയുന്നത്, എന്റെ ഈ കൽപ്പനകളെ കേട്ട് ചെയ്യുന്ന ബുദ്ധിയുള്ള മനുഷ്യനോട് സദസ്യനാണ്. നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ സംസാരിച്ചല്ലേ, മത്തായി 7-ലും ലൂക്കായി 7-ലും അതുണ്ടല്ലേ. ആകെ എന്റെ ഈ കൽപ്പനകളെ കേട്ട് ചെയ്യുന്നവൻ ആരെ കുഴിച്ച് അടിസ്ഥാനപ്പെട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യനോട് സദസ്യം. ബുദ്ധിമാന്റെ ജീവിതയാത്ര മേലോട്ടുള്ളതാണ്. ദൈവത്തിനും അറിയാമെങ്കിൽ എന്തുണ്ട്? നമ്മുടെ ബുദ്ധി തെളിഞ്ഞു തല്ലരുത്. ഇവിടെ നിങ്ങൾ നോക്കി, ഈ കൊലപാതകം ഇവരെല്ലാം കൊല്ലപ്പെടുമെന്ന് മരണം മുന്നിലെത്തിയിരിക്കുക. ദാനിയേലിന് പിന്നെ മരണം എടുക്കുമ്പോ എന്ത് ദൈവത്തിന് അറിയില്ലാത്തതിന് പിന്നെ മരണം വന്നാൽ എന്താ? ലേഖനത്തിൽ 4-ാം അധ്യായം 4 പറയുന്ന 13-ാം വാക്യത്തിൽ നിങ്ങളുടെ മനുഷ്യരെ കുറിച്ച് പ്രത്യാശയില്ലാത്ത ജാതികളെ പോലെ നിങ്ങൾ കരയരുത്. കാരണം ജാതികൾക്ക് പ്രത്യാശയില്ലാത്തതുകൊണ്ട് മരണം കാണുമ്പോൾ എന്ത് ചെയ്യും? ഭാവപ്പാട് കടന്നു വരണം. ദാനിയേലിന് പിന്നെ മരണം നേരെ വന്നിരിക്കുക. നമുക്കറിയാം, ഈ മരണം എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത മരണമാണ്. ഒന്ന് കളയെന്ന് പറഞ്ഞാൽ ഒന്ന് കളയും. നമ്മളൊക്കെ പഠിത്തം കൊട്ടേഷൻ കിട്ടിയാലേ കിട്ടി. ഇവിടെ ഒന്നും എനിക്കറിയില്ല. നാട്ടിൽ എന്താ പരിപാടി? തൊട്ടാലവിടെ എന്താണ് കൊട്ടേഷനാണ്. അതേപോലെ സാർ അടിച്ചതിന് പേര് എന്ത് ചെയ്യുക? സാറിനെതിരെ കുട്ടി കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ. ഇതാണ് കേരളം. അപ്പോൾ
കൊട്ടേഷൻ കൊടുക്കുന്ന കാലമാണ്, ഒരു കാലമാണ്. ഇവിടെ മരണം മുന്നിൽ വന്നിരിക്കുക. നെട്ടോട്ടം ഓടുന്ന സമയത്ത് ദൈവത്തിനും അറിയാവുന്ന, ദൈവത്തെ അറിയുന്ന ജനം വാക്യങ്ങൾ ഉറച്ചു നിന്ന് ഹേ മരണമേ എന്നാണ് വിളിക്കുന്നത്. ദൈവത്തിന് അറിയാമെങ്കിൽ മരണത്തെ പേടിക്കുന്നതാണ്. വചനം അറിയത്തില്ലാത്ത മരണം കാണുമ്പറ്റി നിലവിളി ചൂടാനായിട്ട് അയ്യോ അയ്യോ അയ്യോ. പക്ഷെ ഇദ്ദേഹം മരണം മുന്നേ വന്നപ്പോൾ ബുദ്ധിയോടെ സംസാരിച്ചു. കാരണം ഏത് സാഹചര്യത്തിലും നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിനെ പഠിപ്പിച്ച് വളർത്തിയാൽ അതിന്റെയും ഏത് സാഹചര്യത്തെയും വളരെ മനധൈര്യത്തോടെ അതിനറിയാവുന്ന കുഞ്ഞ് മരണം കണ്ടപ്പോൾ ഭയപ്പെട്ടു. മറിച്ച് ആ മരണത്തെ അതിജീവിച്ചു. മരണത്തിന്റെ കെണികളെ പോയി. കാരണം വചനമാണ്. എങ്ങനെയാണ് ഒഴിഞ്ഞു പോയെന്ന് നോക്കി കാര്യങ്ങളെ ചെയ്തു. പക്ഷെ അങ്ങനെ ധൈര്യത്തോടെ ഉറച്ചു നിന്നു. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഞങ്ങൾ പറഞ്ഞു അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? അവൻ പ്രാർത്ഥനയിൽ കാര്യങ്ങളെ ദൈവത്തിനോട് കൊണ്ടുപോകണം. വീണ്ടും പ്രാർത്ഥിക്കാതില്ല. നിങ്ങൾ നോക്കി ഇവൻ 17-ാം ഭാഗ്യത്തിൽ ചെന്നപ്പോൾ എന്തുമായിട്ടാണ് നിങ്ങൾ പുസ്തകം വായിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവന്റെ വീട്ടിലേക്ക് പോകാൻ ആരുടെ ഓടുവാണ്? ഈ കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ കൊട്ടാരത്തിലുണ്ട്, 4 പേരുണ്ട്. ഈ ദൈവമക്കൾ എവിടെ ചെന്നാലും എങ്ങനെയാ ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ എവിടെ ചെന്നാലും 3-4 പേരുടെ സ്ഥലത്ത് പോയി എന്ത് ചെയ്യും? അവരടുത്ത് പാർക്കും. അവരെല്ലാ ദിവസവും കൂടും. അവർ പ്രയർ മീറ്റിംഗ് നടത്തി. ഇത് തന്നെ എന്നോട് പറഞ്ഞത് ഇല്ലല്ലോ ബെസലേൽ എന്നാണ് കുഞ്ഞിന്റെ പേര്. അവർ ചെന്നൈയിലാണ്, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലാണ്. എന്നോട് പറഞ്ഞു അങ്ങനെ ഞങ്ങളിങ്ങനെ ഇനി ഞങ്ങൾക്ക് വൈകിട്ട് മീറ്റിംഗ് കഴിഞ്ഞ സമയം വിളിച്ച് പറഞ്ഞു മീറ്റിംഗിനകത്തിരിക്കുക. ഞാൻ പറഞ്ഞു വേണ്ട പറയാൻ പിന്നെ വിളിച്ചു. സമയ വ്യത്യാസം ഒത്തിരി രാത്രിയാകുന്നു പിന്നെ വിളിക്കാൻ പറ്റും. അവരെവിടെയാണ്? ദൈവത്തിന്റെ മക്കളെ ചേർന്നിരുന്നത് പ്രാർത്ഥനയും ദൈവത്തിന്റെ വളർന്നു. അദ്ദേഹം പോയിരിക്കുന്നു. എന്തായാലും വീട്ടിൽ ചെന്ന് വായിച്ച് പെട്ടെന്ന് വായിച്ചു 17-ാം വാക്യം. ഞാനും കൂട്ടുകാരും ബാബേലിലെ ശേഷം വിദ്വാൻമാരോടുകൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെ കുറിച്ച് ദൈവത്തിന്റെ കരുണ അപേക്ഷിക്കുവാൻ തക്കവണ്ണം കൂട്ടുകാരനായ അനന്യാവോടും മിശായേലിനോടും അസര്യാവോടും കാര്യം അറിയിച്ചു. നോക്ക്, ദൈവത്തോട് അപേക്ഷിക്കുവാൻ കാര്യം അറിയിച്ചു എന്ന് പറഞ്ഞാൽ സന്നിധി പ്രാർത്ഥിക്കാൻ. ഒന്നാമത് പ്രാർത്ഥനയോടെ കാര്യങ്ങളെ നേരിട്ടു. ഈ പ്രാർത്ഥനയെ നോക്കി ആ പ്രാർത്ഥനയുടെ ഞാൻ പറഞ്ഞതാണ് പ്രാർത്ഥിച്ചു ഞാൻ പറയുന്നത്. ഈ പ്രാർത്ഥനയുടെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ പ്രാർത്ഥനയ്ക്കകത്ത് പല നിലയുണ്ട്. ഒരുപക്ഷെ നമ്മുടെ 2ാം ഘട്ടമായി ദൈവത്തിന്റെ പ്രീതിയായി തീരുവാനായിട്ടുള്ള ദാനിയേലിൽ നിന്നുള്ള 2ാമത്തെ പാഠമായ പ്രാർത്ഥനയ്ക്ക് 6 or 7 ഇൻഗ്രീഡിയൻസ് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ കാര്യം എന്ത് ചെയ്തു? ഇവൻ എന്താ ചെയ്തു? 20-ാം വാക്യത്തിൽ വരുമ്പോൾ നമ്മൾ കാണുന്നത് എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്തു? ദാനിയേൽ സ്വർഗസ്വനായ ദൈവത്തെ സ്തുതിച്ചു. 19-ന്റെ അവസാനം 20 പറഞ്ഞേ. ദാനിയേൽ സ്വർഗസ്വനായ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞു. ദൈവത്തിന്റെ നാമം എന്നേക്കും സ്തുതിക്കുമാറാകട്ടെ. ജ്ഞാനവും ബലവും അവൻ. പ്രിയപ്പെട്ടവരെ, നെബൂഖദ്നേസർ രാജാവിനല്ല ബലം, നെബൂഖദ്നേസർ രാജാവിനല്ല ജ്ഞാനം. അതാർക്കുള്ളതാണ്? ദൈവത്തിനും നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു വിട്ടാൽ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചാൽ ഒരു പ്രശ്നം വരുമ്പം ദൈവത്തിന്റെ സന്നിധിയിൽ പോയി പ്രാർത്ഥിക്കാൻ നമ്മളെന്ന് പറയും. ധൈര്യപ്പെടുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ഹൃദയത്തെ ഉറപ്പിക്കുന്നത്? ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവാത്മാവ് ആവശ്യം. ശ്രേഷ്ഠമായ ഈ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ഇൻഗ്രീഡിയന്റ് എന്താണ്? ദൈവസ്തുതികളെ വർദ്ധിക്കുക. പ്രശ്നം എന്താണ്? രാജാവ് ഉഗ്രബലശാലിയാണ്, ഉഗ്രൻ ക്രോധിക്കുന്നവനാണ്, പറഞ്ഞ ഇടിച്ചു നിരത്തി കൊന്ന് പൊടിയായി കളയുന്നവനാണ്. പക്ഷേ അതിനുള്ള ബലം നിനക്കല്ല, ആർക്കാണ്? സ്വർഗസ്ഥനായ ദൈവത്തിനാണ് ബലവും ജ്ഞാനവും ദൈവത്തിനുള്ളത് എന്ന് പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവസ്തുതികൾ നിറച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. അത് വളരെ വ്യക്തിപരമാണ്. 2ാമതായിട്ട് എന്ത് ചെയ്തു? ഞാൻ കൂട്ടായിട്ട് പ്രാർത്ഥിച്ചു നമ്മൾ കണ്ടു. ഒന്ന് ഞാൻ പറഞ്ഞു ദൈവത്തെ സ്തുതിച്ചു. 2ാമത് കൂട്ടായ്മയായിട്ട് പ്രാർത്ഥിച്ചു. 17-18 കൂട്ടുകാരെ ചെന്ന് കണ്ട് കൂട്ടുകാരോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു, കൂട്ടായ്മയായിട്ട് പ്രാർത്ഥിച്ചു. ഈ സമയത്ത് നിങ്ങൾ നോക്കിയേ, മറ്റുള്ളവരെ കുറിച്ചൊരു കൺസേൺ, ഒരു പ്രയർ മീറ്റിംഗ്, ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ വഴിയിൽ വെച്ച് നാശകൻ നമ്മളെ എതിരിടുമ്പോൾ പ്രാർത്ഥിക്കുവാനായിട്ടിരിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ നമുക്ക് വേണ്ടിയല്ല, ഈ നാശം ആർക്കൊക്കെ വരുമോ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. നമ്മളിപ്പോൾ ബഹ്റിനില് എന്തെങ്കിലും ഒരു ബോംബിങ്ങോ സംവിധാനം ഉണ്ടാകുന്നു കേട്ട് കഴിഞ്ഞാൽ അയ്യോ ഞങ്ങളുടെ വീടും പള്ളി എന്റെ പേരൊന്നും വരുന്നത്, ഞങ്ങളുടെ ഭാഷണത്തിൽ ഒന്നും വരരുത്, ഈ പള്ളി കൊള്ളാവുന്ന ആർക്കൊന്നും വരരുത്, ബാക്കിയുള്ളവർക്കും അങ്ങനെ
ദൈവത്തിന്റെ വചനത്താൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കുന്ന പ്രാർത്ഥന വളരെ സുന്ദര സാഹചര്യത്തെ അതിജീവിക്കാൻ ആവശ്യമായ ബലം ധരിച്ചിരിക്കുന്നതാണ് ദൈവം. നമ്മുടെ ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ്, അവന്റെ ഗുണഗണങ്ങൾ, അവന്റെ സ്തുതികൾ എത്ര അവർണ്ണനീയമാണ്. അവന്റെ സ്തുതികൾ അപ്രമേയമാണ്, ഇൻകോംപ്രിഹെൻസിബിൾ ആണ്, നമുക്കത് അൺസേർച്ചബിൾ ആണ്, അത്യഗാധമാണ്, നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കത്തില്ല. സാഹചര്യം വരുമ്പോ ദൈവം ദാവീദ് രാജാവ് പേടിച്ചോടുമ്പോ പേടി വരുന്ന സമയത്ത് നീ എന്റെ കോട്ടയും അന്നേരം കോട്ടയം എന്ന് പറയുമ്പോഴേ ഇഷ്ടിക വെച്ച് നിർമ്മാണം തുടങ്ങി. സെക്കൻഡ് ദൂതന്മാർ എന്താക്കും? ഇഷ്ടിക കോട്ടയാക്കി പറഞ്ഞു. ഇനി താഴെ നീങ്ങുന്ന കേട്ടാണെന്ന് പറയും എന്റെ ഗോപുരവും ഇവിടെ കയറും. ഇനി വേറെ വാഴമൊന്ന് കൊള്ളുമെന്ന് തോന്നുമെന്ന് പറയും എന്റെ പരിചയം. മനസ്സിലായി? ഇതാണ് ദൈവത്തിന്റെ സ്തുതികൾ. ഇതാണ് ദൈവത്തിന്റെ സ്തുതിക്കുന്നു എന്ന് പറയുന്നതല്ല, അത് കുഴപ്പമില്ല, പറയുന്നത് നല്ലതാണ്. പക്ഷെ സ്തുതികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അവന്റെ ഗുണഗണങ്ങളെ ഓർക്കുകയും വർണ്ണിക്കുകയും അത് ഏറ്റുപറയുക. അത് ഏറ്റുപറയുമ്പോൾ ഇങ്ങനെ തീ പുറപ്പെടുകയാണ് ദൈവത്തിന്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വന്ന് നിറയുക. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ ഗുണഗണങ്ങളെ സങ്കീർത്തനങ്ങളായി വെച്ചിട്ടുള്ളതാണ്. ദൈവത്തെ ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിന്റെ ഗുണഗണങ്ങളെ ഓർത്ത് അവനെ മഹിമപ്പെടുത്തുന്നത് പാട്ടിലൂടെയും വാക്കിലൂടെയും ഒക്കെ ആവശ്യമനുസരിച്ച് ഉള്ള ഗുണഗണങ്ങളെല്ലാം ആർക്കുണ്ട്. നീ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി വിഷമിക്കുമ്പോൾ ആ ആവശ്യത്തിന് ദൈവം മതിയായ ഒരു ഓൾ സഫിഷ്യന്റ് ഗോഡ്, ഓംനിപോട്ടന്റ് ഗോഡ്, എല്ലാം അറിയുന്നവൻ, സോവറൈൻ ഗോഡ്, ദൈവത്തിന്റെ ഗുണങ്ങളായിട്ട് പറയുക. ഇവിടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനക്ക് മനസ്സിലായാലോ? എങ്ങനെ പ്രാർത്ഥിക്കുന്നു? നിങ്ങളുടെ ആവശ്യം എന്താണ്? ആവശ്യങ്ങൾ ദൈവം മതിയായെന്ന് പറയുന്ന ഭാവം അന്നേരം ഇട്ട് തപ്പിപ്പെറുക്കി ദൈവം എന്റെ ഇതിനാണ് രാമം പോലും ഇത് വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ഇതാണ്. ആവശ്യം വരുമ്പോ വചനവും പൈപ്പ് തിരിച്ച് അരമണിക്കൂർ കഴിഞ്ഞ് 3/4 മണിക്കൂർ കഴിഞ്ഞ് ചെളിയും ചെള്ള എല്ലാം കൂടെ ആയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ പൈപ്പ് തിരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഫ്ലഷ് അങ്ങോട്ട് അടിക്കുമ്പോ അല്ലെ ജെറ്റ് പോലെ വെള്ളം. അങ്ങനെ വേണമെങ്കിൽ അതാണ് പറഞ്ഞത്. ചാൾസ് ബെർജൻ പറയും എന്നെ മുറിച്ചു നോക്ക് എന്തുവരും ബ്ലഡ് അല്ല വരുന്നത്, പിന്നെന്താണ്? ആ വചനമാണ്. ഉണ്ടായി രാപ്പകൽ ധ്യാനിച്ചാലും പിള്ളേരെ കൊണ്ട് ബൈബിൾ വായിപ്പിക്കും, കൂടെ ഇരുന്ന് വായിപ്പിക്കും. വൈറ്റ് ടൈം എടുത്തോന്ന് ചോദിക്കും. ഇന്ന് രാവിലെ ഏത് ഭാഗമാണ് കുഞ്ഞെ നീ പഠിച്ചത്, ധ്യാനിച്ചത്, നീ നോട്ട് എഴുതി കാണിച്ച്? വൈകിട്ടത്തെ പ്രാർത്ഥനയിൽ വീട്ടിൽ എന്ത് ചെയ്യണം? പിള്ളേരുമായിട്ട് ഷെയർ ചെയ്യാൻ പറയും. കുഞ്ഞുങ്ങൾ പഠിച്ച വചനം, കുഞ്ഞുങ്ങൾ ധ്യാനിച്ച്. അപ്പൊ ഒരാൾ പറയും യഹോവനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല. മതി. അത് കൊച്ചു വെച്ചാൽ എങ്ങനെ പറയും? അതവരെ പറയും. അതെന്താ മുട്ടെന്താ ഇടയിലെന്താണ് ചെയ്യുന്നത്? ഇതൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് ന്യായപ്രമാണത്തിൽ നമുക്കറിയാം ആവർത്തന പുസ്തകം 6-ാം അധ്യായം പറഞ്ഞിരിക്കുന്നത്, നീ അവന്റെ കൂടെ ഇരിക്കുമ്പോൾ അവനോട് വചനം പറയാം. നീ വഴിയെ നടക്കുമ്പോൾ എന്ത് ചെയ്യണം? വചനം പറയാം. രാത്രിക്ക് കട്ടിലെ കിടത്തി വചനം, ആഹാരം കഴിക്കാതിരിക്കുമ്പം വചനം. എപ്പോഴും നെറ്റിപ്പട്ടം ജ്ഞാപകമായി വചനമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആഹാരം. കർത്താവ് പറഞ്ഞു, മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സഖേന. ഞാൻ വായിക്കത്തില്ല കേട്ടോ, ഞാൻ ഈ ദിനവൃത്താന്ത പുസ്തകം വായിക്കില്ല, ഇതെല്ലാം. അപ്പൊ അത്രയും ഭാഗം വായിക്കായിട്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വന്നപ്പോൾ പറയുന്നത് എല്ലാ തിരുവെഴുത്തും ദൈവസ്വാസ്ഥ്യമാണ്. ദൈവത്തിന്റെ മനുഷ്യൻ സകലവിധ സൽപ്രവൃത്തികൾക്കും വക പ്രാപിച്ചു തികഞ്ഞവനാകണം. ഉപദേശത്തിനും ശാസ്ത്രത്തിനും ഗുണീകരണത്തിനും നീതിയുടെ അഭിജനും പ്രയോജനമുള്ളതാവുന്നു. കർത്താവ് പറഞ്ഞതാണ് സത്യം. ഈ എല്ലാ വചനവും നമ്മളെ രക്ഷിക്കുന്നു. അതുപോലെ തന്നെ വീണ്ടും മറ്റുള്ളവർക്കായിട്ട് പ്രാർത്ഥിച്ചു. എന്താണ് പറയുക? എന്റെ പേരെന്താണ്? മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു. 1 തിമോത്തിയോസ് 2-ാം അധ്യായം 1 വാക്യത്തിൽ എന്താ പറഞ്ഞേക്കുന്നത്? എല്ലാത്തിനും മുമ്പേ പൗലോസിന് തിമോത്തിയോസിനോട് പറയാനുള്ളത്, എഫേസോസിലെ സഭയോട് പറയാനുള്ളത്, ലോകത്തെ എല്ലാ കാര്യത്തിലും വിശുദ്ധന്മാരോട് പറയാനുള്ളതാണ്. എല്ലാത്തിനും മുമ്പേ എന്താണ് ചെയ്യുന്നത്? സകലത്തിന് മുമ്പേ ചെയ്യേണ്ട കാര്യം എന്താണ്?
ഒന്ന് തിമോഥെയോസ് 2-ാം അധ്യായം 1 മുതൽ വായിച്ചു. നാം സർവ്വമനുഷ്യർക്കും നാം സർവ്വഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വന്തമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരത്തിനും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കും. ഈ പറഞ്ഞ ആളുകൾ ആരാണ്? നമ്മുടെ വീട്ടിലെ ആളുകളാണ്, നമ്മുടെ പിള്ളേരാണ്, പിന്നാരാ സകല മനുഷ്യർ. സമാധാനത്തോടെ സ്വസ്ഥതയോടെ ആളുകളെ ലോകത്ത് ജീവിക്കണമെങ്കിൽ എന്നുള്ള ആഗ്രഹം നമുക്ക് വേണമെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള കരുതലില് കൺസേണൽ. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? ഇവിടെ ചില വീടുകളിൽ ചിലപ്പോൾ 3 പേരുടെ പണം കാണാൻ തല തുണിയിട്ട് അല്ലേ? ഇവിടുത്തെ രാജകുമാരോ രാജകുമാരന്മാരോ ഒക്കെയാണ് അല്ലേ? അവർക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരുടെ കൈ മുട്ടിക്കും. സങ്കടം. 3 പേരാണോ ഈ കുവൈറ്റിനെ നിങ്ങളെ നടത്തുന്ന ഈ 3 ഇടയന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? അവരുടെ ഇടയന്മാരാണോ? ആണോ? ഇല്ലേ? ഖുറൈശിന്റെ ഇടയിൽ ഇസ്രായേലിനാണോ? പ്രവാചകനാണോ? പുരോഹിതനാണോ? ഇവിടുത്തെ രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കും. അതിന് ആ പടം അവിടെ വെച്ചേക്കും. പടത്തെ നോക്കി പ്രാർത്ഥിക്കും. ഇതാണ് എന്റെ അടുത്ത പോയിന്റ്. 4-ാമത്തെ, രാജാവിനോട് പ്രാർത്ഥിക്കരുത് എന്നാണ്. 6-ാം അധ്യായത്തിലോട്ട് വാ. 6-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാകുക. 6-ാം അധ്യായത്തിൽ എന്താ സംഭവം? ഇദ്ദേഹത്തിന് നെബൂഖദ്നേസറിന്റെ പുത്രനായ ബെൽശസ്സറിന്റെ കാലവും കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു, ഇവിടെ വന്നിട്ടില്ല, കൂടെ വരാൻ നോക്കാം. അത് കഴിയുമ്പോൾ മേദ്യരെ പേർഷ്യരെ കുറിച്ചാണ് ഇവരെ തോപ്പിച്ചതുകൊണ്ട് മേദ്യരും പേർഷ്യരും അടങ്ങിയ സൈന്യത്തിന്റെ രാജാക്കന്മാർക്ക് പകുതി കാലത്ത് വെച്ച് രാജ്യഭരണം കൊടുക്കണമായിരുന്നു. അതുകൊണ്ട് ആദ്യ കാലം അധികാരം വെച്ചു മേദ്യനായ ദാരിയാവേസ് 62 വയസ്സുള്ളവനായി രാജ്യത്തെ പ്രാപിച്ചു. അത് 5-ന്റെ 31-ാമത്തെ ഈ രാജാവ് വന്നപ്പോ ഈ പ്രാർത്ഥനാ മനുഷ്യരായ പിള്ളേര് കാരണം കാലത്തിലെ അധികാരങ്ങൾ മൃഗീയ രാജാക്കന്മാരിൽ നിന്ന് ക്രമേണ ആരുടെ കയ്യിലേക്ക് വരികയാണ്? സമാധാന പ്രഭാകരണ കർത്താവിന്റെ നേതൃത്വത്തിലേക്ക് വരികയാണ്. എല്ലാം കർത്താവിന്റെ നേതൃത്വത്തിലാണ് ചരിത്രം മുഴുവൻ. പക്ഷേ ആദ്യം ഉഗ്രശാസനം പുറപ്പെടുവിക്കുന്ന കൊല വിളിക്കുന്ന രാജാവാണ്. ബെൽശസ്സറിന്റെ കാലം വന്നപ്പോൾ അയാൾക്ക് കടന്നു കുടിക്കുക എന്നൊക്കെയുള്ള പരിപാടിയായിരുന്നു. അയാൾ ഒരു മോശം മനുഷ്യനാണ്. പേർഷ്യൻ രാജാവായ ദാരിയാവേസ് മാന്യനായ രാജാവാണ്, രക്ഷിക്കപ്പെട്ട രാജാവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം ഈ ദാനിയേലിനെ കാണുമ്പോൾ എന്തൊരു ബഹുമാനമാണ്. ഏറ്റവും പ്രധാനികൾ 3 പേരുണ്ട് ആ രാജ്യത്ത്. അഖിൽ ഒരാളായി ദാനിയേലായി. നിങ്ങൾ വായിച്ചതാണോ? ഈ പുസ്തകം വായിച്ചതാണോ? ദാനിയേൽ പ്രവചനം വായിച്ചോ? എത്ര പേര് വായിച്ചു? കൈ നോക്കാം. മതി. അവസാനം സോദോമിൽ 5 പേര് നശിപ്പിക്കുകയല്ലാതെ വായിക്കുന്നു പറഞ്ഞ പോലെ നശിപ്പിക്കുന്നറിയാൻ 3-4 പേരുണ്ടല്ലോ എന്നാണ് ഞാൻ പറയുന്നത്. 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? അവിടെ ഇദ്ദേഹത്തിന് സ്ഥാനമാനം കിട്ടിയപ്പോൾ കുശുമ്പുകാരും അസൂയക്കാരും കൂടെ കൊടുക്കണിപ്പോ എന്ത് ചെയ്തു? രാജാവിനെ ചുക്ക് വെച്ച് രാജാവിന്റെ അടുത്ത് ചെവി കടിച്ച് സംസാരിച്ച് ദാനിയേലിനോട്ട് കുറ്റം കണ്ടുപിടിക്കാൻ നോക്കി. എന്താ കുറ്റം? ഞാൻ പറഞ്ഞു അപ്പാന്ന് വിളിച്ചില്ലേ, അതാണ് കുറ്റം. അപ്പാന്ന് വിളിക്കാതെ ഇടതുറങ്ങ് ആരും അറിയില്ല. നമുക്ക് വിഷമം വരുമ്പോൾ പിന്നെ വിളിക്കുന്നത് അപ്പാന്നല്ല, നാട്ടുകാരെ തന്നെ വിളിക്കുന്നത്. ഇവിടെ വിളിക്കേണ്ട അപ്പ. ഇതാണ് പ്രശ്നം. ദാനിയേല് നിന്നോട് പ്രാർത്ഥിക്കുന്നില്ല, രാജാവിനോട്. അത് കേരളത്തിലെ പ്രമാണം. കാരണം അന്നത്തെ ചക്രവർത്തിമാര് തന്നെയായിരുന്നു ദൈവം. അതുകൊണ്ട് രാജാവിനോട് പ്രാർത്ഥിക്കുന്നില്ല എന്നൊരു കുറ്റം ചാർത്തി. നോക്ക്, ആരെല്ലാം എന്നെല്ലാം ചെയ്യാന്ന് വിചാരിച്ചാലും ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് അവനൊരു വിഗ്രഹത്തോടോ ഒരു ദേവതയോടോ ഒരു അമൃതാനന്ദ വയ്യോടോ ഒരു തറമുടി നീട്ടിയ ഒരു മനുഷ്യനുണ്ടല്ലോ, സായിബാബ, അയാളോട് പ്രാർത്ഥിക്കരുത്. എന്തെല്ലാം സംഭവിച്ചാലും അയാളോട് പ്രാർത്ഥിക്കരുത്. ആരോടെ പ്രാർത്ഥിക്കുള്ളൂ? സ്വർഗത്തിലെ ദൈവത്തോടല്ലാതെ ഒരു ദേവന്മാരോടും ഒരു വിഗ്രഹങ്ങളോടും പ്രാർത്ഥിക്കാതെ ഈ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ തീരുമാനമെടുത്ത്. ഈ പ്രത്യേകിച്ച് ദാനിയേൽ തീരുമാനമെടുത്തു. തീരുമാനമെടുത്തതിന് പറ്റി പുള്ളിക്ക് സിംഹക്കുഴിയിൽ വരെ പോയത്. നിങ്ങളൊക്കെ കാര്യങ്ങളുടെ പുരോഗതി ഇനി ഞാൻ കാണിക്കാം. ഈ വീണ്ടും നിങ്ങൾ 3-ാം അധ്യായത്തിൽ വരുമ്പോൾ വേറെ സംഭവമുണ്ട്. 3 പിള്ളേർ വേറെ. ഇത് ഈ രണ്ട് ഈവന്റിലും ഈ 2 കൂട്ടരും വേറെ വേറെയാണ്. ഒരു സ്ഥലത്ത് 3 പേര്, വേറെ സ്ഥലത്ത് ലീഡറായ ദാനിയേലാണ് അവരുടെ ലീഡർ എന്നുള്ള സംശയത്തിലാണ്. ഒരു കാര്യം വന്നപ്പോഴേ കൂട്ടുകാരുടെ അടുത്ത് പോയി അവരെ ഉപദേശിച്ചു, അവരെ പ്രബോധിപ്പിച്ച് വായൊക്കെ ഇട്ട് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. ആ 3 കുഞ്ഞുങ്ങളും പ്രാർത്ഥനാപരന്മാരെ. ഇവര് 4 പേരും അടങ്ങുന്ന
ഒരു സംഘമാണെന്ന് ലോകത്തെ ലോകത്തെ നിയന്ത്രിച്ച മനസ്സിലായോ? ചരിത്രത്തെ നിയന്ത്രിച്ചു. ഞാന് ജോർജ് മുള്ളറാണ് എന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ട്, പ്രപഞ്ചത്തെ തിരിക്കുന്ന കരത്തെ തിരിക്കുന്ന ശക്തിയാണ് പ്രാർത്ഥന. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാർത്ഥനയെ കുറിച്ച് വന്നപ്പോഴേ ആദ്യം പഠിക്കുന്നതെങ്കിൽ ഒരു ആഗ്രഹ ദൈവാനുഭവം. പ്രപഞ്ചത്തെ തിരിക്കുന്ന കരങ്ങളെ തിരിക്കുന്ന പവറാണ് എന്ത്? പ്രാർത്ഥിപ്പീൻ. ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ. പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്, ക്ഷീണിച്ചു പോകാതെ പ്രാർത്ഥിക്കും. ഞാൻ പറയും, വെറുതെ ഇരിക്കുന്ന സമയം എത്രയോ നല്ല പ്രാർത്ഥന സമയം. എന്ത് വേസ്റ്റ് ടൈമാണ് കളയുന്നത്. നാം വിചാരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നാം വേസ്റ്റ് അടിച്ചു പോകുന്ന ഏരിയാന്നറിയാവോ? പ്രാർത്ഥന. ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ കൈമലർത്തിയിരുന്ന ഞാൻ എന്നോട് പറഞ്ഞില്ലേ, മോശയുടെ കൈ ഉയർന്നിരിക്കുമ്പോഴൊക്കെയും ഇസ്രായേൽ ജയിക്കും, മോശയുടെ കൈ താണു പോകുമ്പോഴൊക്കെയും അവലോകനം ജയിക്കും. ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിഷ്കരണം പറയട്ടെ, നിങ്ങളുടെ കൈ ഉയർന്നിരുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആര് ജയിക്കും? നിങ്ങളോട് ആര് ജയിക്കും? നിങ്ങളുടെ രാജ്യം. പ്രിയപ്പെട്ടവരെ, കരം ഉയർന്നു. പ്രാർത്ഥനാ കൂട്ടാളികൾ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. ഒന്നിച്ചിരുന്ന് കരയാൻ, ഒന്നിച്ചിരുന്ന് മുട്ടുമടക്കാൻ, ലോകത്തിന് വേണ്ടി, രാജാക്കന്മാർക്ക് വേണ്ടി, സകല അധികാരസ്ഥന്മാർക്ക് വേണ്ടി, കളക്ടർമാർക്ക് വേണ്ടി, പോലീസ് ഓഫീസേഴ്സിന് വേണ്ടി, ഡോക്ടേഴ്സിന് വേണ്ടി എന്ന് വേണ്ട, വില്ലേജ് ഓഫീസർക്ക് വേണ്ടി, പഞ്ചായത്ത് മെമ്പർക്ക് വേണ്ടി, പഞ്ചായത്ത് പ്രസിഡന്റിന് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ദൈവം കൽപ്പനയാണ്. സകലത്തിന് മുമ്പേ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാത്തിനും മുമ്പേ നിങ്ങളുടെ ദൗത്യം എന്താണ്? അത് കഴിഞ്ഞ് ബാക്കിയായിരുന്നു ചെയ്തത് എന്നാണ് 1 തിമോഥെയോസ് 2-ാം അധ്യായം 1 മുതൽ 3 വരെ. കാരണം അവർ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാനും പ്രാപിച്ച് സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ വളരുവാനും ഇച്ഛിക്കുന്നു. അതിനുള്ള എൻവയോൺമെന്റ് ശരിയാകണമെങ്കിൽ ദൈവജനം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നിങ്ങളിപ്പോ പ്രാർത്ഥന എത്ര എനിക്ക് പഠിച്ചു. ഞാൻ ക്ലാസ്സിൽ രൂപത്തിൽ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ സന്തോഷിപ്പിച്ച് പറയാൻ എനിക്ക് പറ്റത്തില്ല. ഞാനിത് പറഞ്ഞു പോകണം. എനിക്ക് കാര്യങ്ങൾ ഇതിനകത്ത് ഏകദേശം അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഞാൻ നിർത്തുകയാണ് ക്ലാസ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ എത്ര പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞു. എന്താണ് രണ്ടാമത്തെ ലളിതപാഠം? എന്താണെന്നാ പറഞ്ഞത്? ജാനിയിൽ നിന്ന് ജാഡിയിലാകാൻ, അല്ലെ ദൈവത്തിന്റെ പ്രിയനാകാൻ രണ്ടാമത്തെ പാഠം ഏതാണ്? പ്രാർത്ഥന. പ്രതികൂലങ്ങളിലെല്ലാം എപ്പോഴും പ്രാർത്ഥിക്കുന്നു, ഇടപെടാതെ പ്രാർത്ഥിക്കും. അതാണ് രണ്ടാമത്തെ. അതില് ഇൻഗ്രീഡിയൻസ് എത്ര ഞാൻ പറഞ്ഞു, ഘടകങ്ങൾ എത്ര പറഞ്ഞു? ഉറക്കപ്പോൾ ആരെങ്കിലും പറഞ്ഞു? പ്രാർത്ഥനയെ ശ്രദ്ധിക്കണം. ആവശ്യം ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ ദൈവത്തോടല്ലാതെ ഒരു ദേവനോടോ രാജാവിനോടോ കാര്യം സാധിച്ചു തരാനുള്ള ഓഫീസറോടോ പോയി തല പോകുമെന്ന് പറഞ്ഞാലും പ്രാർത്ഥിക്കുക. ഇവിടെ രാജാവിനോട് പ്രാർത്ഥിക്കില്ലാന്ന് വെച്ചപ്പം 2 കൂട്ടരെയും തല പോകാറുണ്ട്. നിങ്ങൾക്കറിയാമോ? 3-ാം അധ്യായത്തോട് നിങ്ങൾക്ക് ദാനിയേലിന്റെ കൂട്ടാളികൾ അവരൊന്നിച്ച് ദൈവത്തിനെ ഒന്നിച്ച് ധ്യാനിച്ചവർ, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രബോധിപ്പിച്ചവർ, കർത്താവിനായിട്ട് ഒന്നിച്ചിരുന്ന ആളുകൾ, അവർക്ക് ഇതേ വ്യവസ്ഥ വന്നു. 3-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ എന്താ പറ്റിയത്? ഇദ്ദേഹം 7-ാം മരുഭൂമിയിൽ എന്ത് ചെയ്തു? സമഭൂമിയിൽ എന്ത് ചെയ്തു? നെബൂഖദ്നേസർ രാജാവിന്റെ ഉഗ്രപ്രതാപം കാണിക്കാൻ അങ്ങ് ആകാശം വരെ മുട്ടുന്ന ഒരു പ്രതിമ വിഗ്രഹാരാധനയ്ക്ക് കൊടി കെട്ടിയ സ്ഥലമായിരുന്നു പഴയ കൽദായർ. എല്ലാ മന്ത്രവാദവും എല്ലാ ആഭിചാരവും എല്ലാം ഇവിടുന്ന് ഉണ്ടായതാ. ബാബേൽ ഇനിയും വരാൻ പോവുക.